Praise the Lord. Pastor പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു. Praise the Lord. Hallelujah. Hallelujah. വാഗ്ദത്തങ്ങളെ വിശ്വസ്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ടതായ ക്ലാസ്സിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. കൃപയാൽ ഈ തിയോളജിക്കൽ സെമിനാരിയുടെ ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുവാൻ ദൈവം അവിടുന്ന് ഭാഗ്യം തന്നല്ലോ. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനായി പ്രാർത്ഥിക്കട്ടെ. ദൈവം അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. വളരെ നാളുകൾക്ക് ശേഷമായിട്ട് സാറിനും ഇന്ന് പഠിപ്പിക്കുവാൻ ഭാഗ്യം തന്നല്ലോ. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിന് അനുഗ്രഹമാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ എല്ലാ അധ്യാപകർക്കായി ഡയറക്ടർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം മാനിച്ചാട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. ദയ തോന്നി കേൾക്കണമേ. ആമേൻ. പ്രൈസ് ലോർഡ്. എല്ലാവർക്കും യേശു കർത്താവിന്റെ ധന്യനാമത്തില് എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ ഗീഹോൻ തിയോളജിക്കൽ സെമിനാരിയുമായിട്ട് ബന്ധപ്പെട്ട് ദൈവവചനം പഠിപ്പിക്കുവാനുള്ള അവസരം സ്വായത്തമായതിൽ ഞാൻ കർത്താവിന് മഹത്വം കരയറ്റുന്നു. എനിക്കറിയാം നിങ്ങൾ 6:30 മണി മുതലാണ് ഈ സമയം പറഞ്ഞിരുന്നത്. എനിക്കറിയാം, നന്നായിട്ടറിയാം. 6:30 മണിക്ക് തന്നെ ഞാൻ വരണമെന്ന ചിന്തയിലാണ് ഞാനൊരു മീറ്റിങ്ങിന് വേണ്ടി പോയത്. പക്ഷേ അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ പാസ്റ്റേഴ്സിന്റെ മീറ്റിംഗ് ആയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് പോരാമായിരുന്നു. ഏതെങ്കിലും ദേവാസന്മാരെ കണ്ടിട്ട് പോരാമായിരുന്നു. ഇതൊരു സോഷ്യൽ മീറ്റിംഗ് ആയിരുന്നു. ഞങ്ങളുടെ ദേശത്ത് ഒരു വീട് ഒരാൾക്ക് വെച്ചു കൊടുത്തു. അതിൻ്റെ താക്കോൽദാനമായിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എന്നെയും കൂടെ, ഞാൻ ഈ ദേശത്തിലെ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അറിയപ്പെടുന്നതുകൊണ്ട് എന്നെയും കൂടെ ആ മീറ്റിംഗ് വിളിച്ചു. അങ്ങനെയാണ് ഞാൻ പോയത്. എനിക്കൊരു ആശംസയ്ക്കുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് പറയാൻ നിൽക്കാതെ പെട്ടെന്ന് പോരുകയാണ് ചെയ്തത്. പോകട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും എൻ്റെ വന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രത്യേകം ഗീഹോൻ തിയോളജിക്കൽ സെമിനാരിയുടെ ഡയറക്ടറായിരിക്കുന്ന ഡോക്ടർ സൈമൺ അവർക്ക് എൻ്റെ വന്ദനം അറിയിക്കുന്നു. ഇന്ന് ഈ മീറ്റിങ്ങിൽ കയറിയിരിക്കുന്ന 17 പേരുണ്ട്. അവർക്കെല്ലാവർക്കും വ്യക്തിപരമായിട്ട് എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. 17 പേരെന്ന് പറയുമ്പോൾ ഞാനും സൈമൺ സാറും ഒഴിച്ച് വരുമ്പോൾ 15 പേരേ ഉള്ളൂ. അത്രയും പേരല്ലോ വരേണ്ടത്. അതിൽ കൂടുതൽ ആൾക്കാർ വരണമല്ലോ. എല്ലാവരും ക്ലാസ്സിൽ സംബന്ധിക്കുവാൻ ഉത്സാഹിക്കണം. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങൾ. ഒരു കാരണവശാലും ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം നോക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും ഐശ്വര്യമുള്ള മുഖം കാണുന്ന എനിക്കൊരു സന്തോഷമാണ്. പാസ്റ്റർ ജോസഫ് ചാക്കോയുടെയും ജോൺ പാസ്റ്ററുടെയും ജോൺസൺ CPയുടെയും ഒക്കെ മുഖം കാണുന്നത് എനിക്ക് വലിയ സന്തോഷമാണ്. അതിനർത്ഥം സഹോദരിമാരുടെ മുഖം എനിക്ക് കാണുന്നത് ഇഷ്ടമല്ലെന്നല്ല. നിമ്മി ജോസിൻ്റെയും മേഴ്സി മനോജിൻ്റെയും ഒക്കെ മുഖം കാണുന്നത് എനിക്ക് സന്തോഷമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ ക്ലാസ്സിൽ ആരും വീഡിയോ ഓഫ് ചെയ്തിട്ടിരിക്കരുത്. ഒരു കാര്യം ഓർത്തോളം, വീഡിയോ ഓഫ് ചെയ്തിട്ടിരിക്കുന്നവരെ ഞാനിവിടെ നോട്ട് ചെയ്യും. ഒരു ക്ലാസ്സിൽ ഒരു വീഡിയോ ഓഫ് ചെയ്യുമ്പോൾ 1 മാർക്ക് ഞാൻ കുറയ്ക്കും പരീക്ഷയുടെ. മനസ്സിലായല്ലോ? 25 ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതിയാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ തോറ്റുപോകും. 25 മാർക്ക് ഞാൻ കുറയ്ക്കും. ഒരു സംശയമില്ല. അത് ഞാൻ കൃത്യനിഷ്ഠയോടാണ്. VP ജോൺ പാസ്റ്ററോടൊക്കെ ചോദിച്ചാൽ അറിയാം. ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മനുഷ്യനാണ്. ഒരു ഇളവും ഞാൻ ചെയ്തില്ല. അതുകൊണ്ട് ആരും നിങ്ങളുടെ ഐശ്വര്യമുള്ള മുഖത്തെ മറച്ചു പിടിക്കരുത്. യഹോവേ, നിന്റെ മുഖം എനിക്ക് മറക്കരുതേ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ സഹോദരങ്ങളെ, നിങ്ങളുടെ മുഖം എനിക്ക് മറക്കരുത്. നിങ്ങളെല്ലാവരും ഇവിടെ ആയിരിക്കണം. ഒന്നത്. രണ്ടാമത്, VP ജോൺ പാസ്റ്റർ എഴുന്നേറ്റ് എപ്പോഴും പോകുന്ന പോലെ ആരും ഇനി എഴുന്നേറ്റ് പോകരുത്. ഇനി ആക്കിന് പോകണമെന്ന് എന്നോട് ചോദിച്ചിട്ട് എഴുന്നേറ്റ് പോകാൻ പാടുള്ളൂ. ആരും എഴുന്നേക്കരുത്. എല്ലാവരും ശ്രദ്ധിക്കണം. ഒരു മീറ്റിംഗ് കിടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് പോകാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അറിയാവോ? ആ ക്ലാസ്, ആ മീറ്റിംഗ് മോശമാണെന്നാണ്. അതുകൊണ്ട് അതിനിടം കൊടുക്കരുത്. എല്ലാവരും ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. നമ്മൾ ചില ദിവസങ്ങളിലേക്ക് പഠിക്കുവാനായിട്ട് പോകുന്നത് എസ്കറ്റോളജി എന്ന വിഷയമാണ്. എസ്കറ്റോളജി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അന്ത്യകാല ശാസ്ത്രം. എഴുതി വെക്കണം. പഠിക്കാൻ താല്പര്യമുള്ളതെല്ലാം എഴുതി വെക്കണം. അറിയാമെങ്കിൽ പോലും അത് എഴുതി വെക്കണം. നമ്മുടെ സ്റ്റാർട്ടിങ് പോലുള്ള കാര്യങ്ങളെല്ലാം എഴുതാൻ ഉത്സാഹിക്കണം. എസ്കറ്റോളജി എന്ന പദത്തിന്റെ അർത്ഥം അന്ത്യകാല ശാസ്ത്രം എന്നാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപേ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ വചനം പഠിക്കുവാനാണ് വന്നിരിക്കുന്നത്, അല്ലേ? വചനം പഠിക്കുവാനാണ് വന്നിരിക്കുന്നത്. ഈ പഠനമുണ്ട്,
പ്രസംഗം കേൾക്കുന്നതുണ്ട്. ഇത് രണ്ടും രണ്ടാ. പ്രസംഗം കേൾക്കുന്നത് ഇടതടവില്ലാതെ പറയുക. പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 100%-ൽ ഒരു 40% ഉൾക്കൊണ്ടാൽ ഭാഗ്യം. അത് ഉൾക്കൊള്ളത്തില്ല, അത് ഉള്ളിൽ സംഗ്രഹിക്കുന്നില്ല. ഞാൻ എപ്പോഴും ഓർക്കുന്ന എൻ്റെ മാതാവിനെയാണ്, നിത്യത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട എൻ്റെ മാതാവിനെ ഞാൻ ഓർക്കാറുണ്ട്. അമ്മ ആരാധന കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ചോദിക്കും, എങ്ങനെയുണ്ടായിരുന്നു അമ്മ ഇന്നത്തെ സഭായോഗം? വളരെ ആകാംക്ഷയോടുകൂടി ഞാൻ ചോദിക്കും. അപ്പോൾ എൻ്റെ മാതാവ് സാധു സ്ത്രീ പറയും, മോനെ ഇന്നത്തെ ആരാധന വളരെ അനുഗ്രഹമായിരുന്നു. ഞാൻ ചോദിച്ചു, എന്തു അനുഗ്രഹം? അത് ഇന്ന് പാസ്റ്റർ സങ്കീർത്തനത്തിൽ പ്രസംഗിച്ചു, ഇന്ന് കല്ലൂപ്പാറ എന്ന ഒരാളുണ്ടായിരുന്നു, ആനപ്പാറ എന്ന ഒരാളുണ്ടായിരുന്നു, ഏലപ്പാറ എന്ന ഒരാളുണ്ടായിരുന്നു എന്നൊക്കെ പറയും. ഓരോ പാറയുടെ കണക്കൊക്കെ പറയും. കല്ലുപ്പാറ എന്നുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ അനേക പാറകളുടെ പേരൊക്കെ പറയും. അവിടെ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു പറയും. എന്നിട്ട് ഞാൻ ചോദിക്കും, അമ്മേ ഇന്ന് കല്ലുപ്പാറ എന്ന് പറഞ്ഞ പാസ്റ്റർ എന്തോ പ്രസംഗിച്ചത്? നമ്മൾ ദിബി സിസ്റ്റർ താടി കൈ കൊടുത്തിരിക്കുന്നത് പോയി ഇങ്ങനെ താടി കൊടുത്ത് കടുത്തിട്ട് ഇങ്ങനെ പറയും, അതെ മോനെ ഞാനങ്ങ് മറന്നുപോയത് പറയും. മനസ്സിലായോ പറഞ്ഞത്? അത് ഞാനങ്ങ് മറന്നുപോയി. മനസ്സിലായോ? കല്ലുപ്പാറ എന്ന് പറഞ്ഞ പാസ്റ്റർ നല്ലവനാ, നല്ല പ്രസംഗമാ, പക്ഷെ എന്തുവാ പ്രസംഗിച്ചത് അതെനിക്കറിയില്ല, മറന്നുപോയി. ഇതാണ് പ്രസംഗത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. പ്രസംഗിക്കുന്ന സമയത്ത് പലപ്പോഴും പല വിശ്വാസത്തിലും ഉറക്കം തൂങ്ങുകയും അതുപോലെ തന്നെ കേൾക്കാതിരിക്കുകയും അന്നേരം പെട്ടെന്ന് ദൈവാത്മാവ് സംസാരിച്ചത് പറഞ്ഞ് വേറെ ഭാഗങ്ങളിലേക്ക് പോവുകയൊക്കെ ചെയ്യും. എന്നാൽ വചന പഠനം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. വചന പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പ്രസംഗ ഭാഗത്ത് സ്കിപ്പ് ചെയ്ത് പോലെ പല ഭാഷമാർക്കും ബി.പി. പോലുള്ള പ്രസിദ്ധന്മാരായ ദൈവദാസന്മാർക്കും പ്രത്യേകത കൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രസംഗിച്ചു തുടങ്ങിയാൽ വെളിപ്പാട് പുസ്തകത്തിൽ പോയി നിൽക്കും. ആണോ പാസ്റ്ററെ? കേട്ടോ ഞാൻ പറഞ്ഞത്? കേട്ടു സാറേ. അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. പക്ഷേ വചന പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 66 പുസ്തകങ്ങളിൽ പ്രസംഗിക്കുന്നതല്ല വചന പഠനം എന്ന് പറയുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ എന്ത് പഠിക്കാൻ പോകുന്നത് എസ്കറ്റോളജി എന്ന വിഷയമാണ്. നിങ്ങൾക്കറിയാം, സിസ്റ്റമാറ്റിക് തിയോളജി, ക്രിസ്ത്യൻ തിയോളജി ഉണ്ട്, സിസ്റ്റമാറ്റിക് തിയോളജി ഉണ്ട്. ഈ സിസ്റ്റമാറ്റിക് തിയോളജിക്ക് 12 ബ്രാഞ്ചുകളാണ് ഉള്ളത്. അറിയാൻ വയ്യാത്തൊക്കെ എഴുതി വെച്ചേക്കണം. 12 ബ്രാഞ്ചുകളാണ് ഉള്ളത്. ഈ 12 ബ്രാഞ്ചുകളെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. തിയോളജി പ്രോപ്പറിൽ തുടങ്ങുകയാണ്. തിയോളജി പ്രോപ്പറിൽ, അതായത് ദൈവം എന്നുള്ള വിഷയത്തിൽ തുടങ്ങുക, തിയോളജി പ്രോപ്പർ. അത് കഴിഞ്ഞ് ദൈവവചനം, ബൈബിളിനെ കുറിച്ചുണ്ട്. അതുപോലെ തന്നെ പിന്നെ ക്രിസ്റ്റോളജി ഉണ്ട്, ന്യൂമാറ്റോളജി ഉണ്ട്, സോറ്റീരിയോളജി ഉണ്ട്, എക്ലിഷിയോളജി ഉണ്ട്, പിന്നെ എസ്കറ്റോളജി ഉണ്ട്, എക്ലിഷിയോളജി ഉണ്ട്. അങ്ങനെ അനേക യോളജികളുണ്ട്. ഏതാണ്ട് 12 ഏഞ്ചലോളജി, അങ്ങനെ 12 ബ്രാഞ്ചുകളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതെല്ലാം പഠിക്കുക എന്ന് പറഞ്ഞൊരു വലിയ വിഷയമാണ്. ഒരു വ്യക്തി ഈ 12 ബ്രാഞ്ചുകൾ പഠിച്ചു കഴിഞ്ഞാൽ അവൻ വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞു. തിയോളജി പ്രോപ്പറിൽ തുടങ്ങി എസ്കറ്റോളജി പഠിച്ചു കഴിയുമ്പോഴത്തേക്കിന് ആ വ്യക്തി എന്താ പഠിച്ചു കഴിഞ്ഞു? ബൈബിൾ കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എസ്കറ്റോളജിയെ കുറിച്ചാണ്, അതായത് അന്ത്യകാല ശാസ്ത്രം, തിയോളജിയുടെ അവസാന ഭാഗമായിരിക്കുന്ന അന്ത്യകാല ശാസ്ത്രത്തെ കുറിച്ചാണ്. അതിനു മുൻപ്, ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാനൊരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ ഇടാൻ പോവുകയാണ്. വൈ ഷുഡ് വി സ്റ്റഡി തിയോളജി ഓർ ബൈബിൾ? എന്തിനാണ് നമ്മൾ ബൈബിൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ തിയോളജി പഠിക്കുന്നത്? ആ ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ ഇടാൻ പോവുകയാണ്. നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം, അറിയാൻ വയ്യാന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ പോവുകയാണ് എന്തിനാണ് നമ്മൾ തിയോളജി പഠിക്കുന്നത് അല്ലെങ്കിൽ ബൈബിൾ പഠിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇരുന്ന് അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ 4 വചന ആൻസർ എനിക്ക് കിട്ടുവാനിടയായിരുന്നു. 4 വചന ആൻസർ. ജോസഫ് ചാക്ക എവിടെ പോയി? ജോസഫ് ചാക്ക എവിടെ പോയി? ഇവിടെ വന്നേ, ഓടുക. അപ്പോൾ 4 ആൻസറുകൾ എനിക്ക് കിട്ടുകയാണ്. എന്തിനാണ് നമ്മൾ പഠിക്കുക? വൈ ഷുഡ് വി സ്റ്റഡി തിയോളജി ഓർ ബൈബിൾ? 4 കാരണങ്ങൾ. അത് പുതിയ നിയമത്തിൽ 4 കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്, എഫെസ്യർ 4-ാം അധ്യായം 15-ാമത്തെ വാക്യം. എഫെസ്യർ 4-ന്റെ 15-ാമത്തെ വാക്യം. അവിടെ ഒരു കാര്യം വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു.
ക്രിസ്തു എന്ന തലയോളം വളരുക. പ്രത്യേകമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുക. മനസ്സിലായോ? അപ്പോൾ എല്ലാവരെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ വളരണമെന്നുള്ളതാണ്. എങ്ങനെ വളരണം എന്നുള്ളതാണ്? ക്രിസ്തു എന്ന തലയോളം നമ്മളെല്ലാവരും വളരണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഉദ്ദേശം, ദൈവത്തിന്റെ ഇഷ്ടം. അപ്പോൾ ആ ദൈവത്തിന്റെ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ എസ്കറ്റോളജിയും മറ്റുള്ള ഓളജികളെല്ലാം പഠിക്കുന്നതിന് ഉദ്ദേശം എന്താ? നമ്മളെ കുറിച്ച് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. എന്താ? ക്രിസ്തു എന്ന തലയോളം വളരുക. Efesiയർ 4:15 വാക്യമാണ്. രണ്ടാമത്തത് ഫിലിപ്പിയർ 2:5 വാക്യം. അവിടെ അപ്പോസ്തലൻ പൗലോസ് മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നു. ക്രിസ്തുവേശുള്ള ഭാവം നമ്മൾ ഉണ്ടാകുക എന്നുള്ളതാണ്. ഫിലിപ്പിയർ 2:5 നിങ്ങൾ വായിച്ചാൽ മതി. ക്രിസ്തുവേശുള്ള ഭാവം നമ്മൾ ഉണ്ടാകുക. ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ മനസ്സിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ അവിടെ നമുക്ക് യേശു ക്രിസ്തുവിന്റെ മനസ്സിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി അങ്ങനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ പ്രത്യേകത എന്തായിരുന്നു? യേശുക്രിസ്തു മനസ്സെന്തായിരുന്നു? ദൈവരൂപമായിരുന്നു. ഹി വാസ് ഗോഡ്, ഹി ഈസ് ഗോഡ് ആൻഡ് ഹി വിൽ ബി ഗോഡ് ഫോർ ഓൾവേസ്. അപ്പം എല്ലായ്പ്പോഴും ദൈവമായവൻ എന്ത് ചെയ്തു? ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ. അതാണ് പ്രത്യേകത. നമ്മളൊക്കെ ആണെങ്കിലോ ഒരിക്കലും അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആകാശം ഇളക്കി വെക്കും, ഭൂമി ഇളക്കി വെക്കും, അല്ലേ? നമ്മുടെ അധികാരികൾ പോകുന്നത് നമുക്ക് ഇഷ്ടമല്ല. എന്തുകൊണ്ടാണ് ഇന്ന് രാഷ്ട്രീയക്കാരാണെങ്കിലും മറ്റുള്ളവരൊക്കെ എന്തുമാത്രം ഇങ്ങനെ കഷ്ടപ്പെടുന്നതിനാ? അവരുടെ അധികാരം നിലനിർത്താൻ വേണ്ടി. അധികാര രുചി അറിഞ്ഞവൻ ഒരിക്കലും അത് വിട്ടുകളയത്തില്ല. എന്നാൽ യേശു കർത്താവ് എന്ത് ചെയ്യുന്ന വായിക്കുന്നത്? താൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം വിചാരിക്കാതെ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവസാനം പറയുന്നത് ഇങ്ങനെയാണ്: ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിത്തീർന്നു. അതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. Efesiയർ 4:15 എഴുതിയിരിക്കുന്നു, ക്രിസ്തുയേശു എന്ന തലയോളം വളരുക. രണ്ടാമത്, യേശു ക്രിസ്തുവിനുള്ള ഭാവം നമ്മൾ ഉണ്ടാകുക. മൂന്നാമത്, കൊലോസ്യർ 1:28. കൊലോസ്യ ലേഖനം 1:28 വാക്യം. അവിടെ എഴുതിയിരിക്കുന്നു, ക്രിസ്തുയേശുവിൽ തികഞ്ഞവരാക്കുക. ക്രിസ്തുയേശുവിൽ തികഞ്ഞവരാകുക, അല്ലെങ്കിൽ ക്രിസ്തുയേശുവിൽ തികഞ്ഞവനായി നിർത്തുക. പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്. പൂർണ്ണത ക്രിസ്തുവില്ല. അപ്പൊ ക്രിസ്തുയേശുള്ള പൂർണ്ണതയ്ക്ക് വേണ്ടി നമ്മെ ഒരുക്കുക എന്നുള്ളതാണ് ഈ പഠനത്തിന്റെ ഒക്കെ ഉദ്ദേശം. അപ്പൊ മൂന്നാമത്തെ കാര്യം മനസ്സിലാക്കണം. നമ്മൾ എന്തിനാ ദൈവവചനം പഠിക്കുന്നത്? നാം എന്തിനാ തിയോളജി പഠിക്കുന്നത്? നമ്മെ പൂർണ്ണതയുള്ളവരാക്കുവാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയല്ലോ? നാലാമത്തെ കാര്യം പറഞ്ഞ ഭാഗം വിടാം. 2 തിമോത്തിയോസ് 3:16 വാക്യം. 2 തിമോത്തിയോസ് 3:16 വാക്യം. സകല സൽപ്രവൃത്തിയിലും വക പ്രാപിച്ച് തികഞ്ഞവരാകുക. സകല സൽപ്രവൃത്തികൾ ചെയ്യുക. സകല സൽപ്രവൃത്തിയിലും വക പ്രാപിച്ച് തികഞ്ഞവരാകുക എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, അപ്പോസ്തലൻ പത്രോസ് പറയുമ്പോൾ നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ ഗുണമാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. അപ്പം പൗലോസും പത്രോസും എല്ലാം പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ സൽഗുണങ്ങൾ ഉണ്ടാകണം. സകല സൽപ്രവർത്തികൾ സൽഗുണങ്ങൾ ഉണ്ടാകുക. ജസ്റ്റ് ജീവിച്ചു പോകാൻ വേണ്ടി അല്ല കർത്താവ് വിളിച്ചേക്കുന്നത്. അങ്ങനെ ജീവിച്ചു പോയാൽ ഞാനും മൃഗവുമായിട്ട് എന്താ വ്യത്യാസമുള്ളത്? മൃഗത്തിനും തിന്നാ മതി, എന്തെങ്കിലുമൊക്കെ തിന്നിട്ട് ജീവിച്ചാൽ മതി, അല്ലേ? മൃഗം ഒരിക്കലും ചിന്തിക്കുന്നില്ല. മൃഗം ഒരിക്കലും സദാചാരം കാത്തു സൂക്ഷിക്കുന്നില്ല. മൃഗം ഒരിക്കലും മറ്റുള്ളവർക്ക് നന്മ പ്രവർത്തികൾ ചെയ്യുന്നില്ല. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് പറയുന്നത് അങ്ങനെയല്ല. നമ്മൾ സൽപ്രവർത്തിക്ക് വക പ്രാപിച്ച് തികഞ്ഞവരാകണം. അതാണ് തിമോത്തിയോസ് ലേഖനത്തിൽ പൗലോസ് പറയുന്നത്. അപ്പോൾ ഈ 4
ഉദ്ദേശങ്ങളാണ് അൾട്ടിമേറ്റ് എയിം ഓഫ് ദി ക്രിസ്ത്യൻ സ്റ്റഡീസ്. ക്രൈസ്തവ പഠനത്തിന്റെ, ക്രൈസ്തവ വേദശാസ്ത്രം പഠിക്കുന്നതിന്റെ, ബൈബിൾ പഠിക്കുന്നതിന്റെ പരമപ്രധാനമായ 4 ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ക്രിസ്തു എന്ന തലയോളം വളരുക. ഇതൊക്കെ വേണമെങ്കിൽ ഞാൻ ഒരുപാട് വിശദീകരിച്ച് പ്രസംഗിക്കാം, പഠിപ്പിക്കാം. പക്ഷെ എൻ്റെ സമയം എൻ്റെ മുമ്പിൽ നിൽക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ അത് ഡെവലപ്പ് ചെയ്യുക, നിങ്ങൾ സഭയെ പ്രസംഗിക്കുക. എന്തിനാണ് നമ്മൾ ദൈവത്തെ പഠിക്കുന്നത്? എന്തിനാണ് നമ്മൾ ആരാധനയ്ക്ക് വരുന്നത്? എന്തിനാണ് നമ്മൾ പ്രസംഗിക്കുന്നത്? എന്തിനാണ് നമ്മൾ ആത്മാവിൽ ആരാധിക്കുന്നത്? അതിൻ്റെയൊക്കെ 4 ഉദ്ദേശങ്ങളേ ഉള്ളൂ. ആരും മറക്കരുത്. ഒന്ന്, എന്താണ്? ക്രിസ്തു എന്ന തലയോളം വളരുക. 2, ക്രിസ്തുവേശുള്ള ഭാവം നമ്മൾ ഉണ്ടാകുക. ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ഇൻ us. 3, ക്രിസ്തുവിൽ തികഞ്ഞവനായി ഉയർത്തുക. 4, സകല സൽപ്രവൃത്തിയിലും പകവച്ച് തികഞ്ഞവനാകുക. അല്ലെങ്കിൽ അന്ധകാരത്തിൽ നമ്മെ വിളിച്ചു വേർതിരിച്ചത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ധകാരത്തിൽ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുക എന്ന ദൗത്യമാണ് നമ്മളിലുള്ളത്. ഇനി നമുക്ക് എസ്കറ്റോളജിയിലേക്ക് മടങ്ങി വരാം. എസ്കറ്റോളജി, അതിലേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത്. എസ്കറ്റോളജി, ഞാൻ പറഞ്ഞത് എസ്കറ്റോളജി എന്ന വാക്കിന്റെ അർത്ഥം എന്തുവാ? ദ ലാസ്റ്റ് ഡേയ്സ്, അവസാന ദിവസം. നമ്മൾ പഴയ പുതിയ നിയമ ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ ഈ 2 പുസ്തകങ്ങളിലും, 2 ഭാഗങ്ങളിലും, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വളരെ ആധികാരികമായി പ്രതിപാദിച്ചിരിക്കുന്ന ഒരു വിഷയമാണ് അന്ത്യകാല ശാസ്ത്രം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വളരെ ആധികാരികമായി വിവരിച്ചിരിക്കുന്ന, പറഞ്ഞിരിക്കുന്ന, പഠിപ്പിച്ചിരിക്കുന്ന ഒരു വിഷയമാണ് എന്ത്? അന്ത്യകാല ശാസ്ത്രം എന്ന് പറയുന്നത്. നിങ്ങൾ എടുത്ത് വായിച്ചാൽ മതി. യെശയ്യാ പ്രവചനം 2-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു. യെശയ്യാ പ്രവചനം 2-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അവിടെ എഴുതിക്കുന്ന ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നോക്കിക്കോണം. 2-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യം, അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. അപ്പോൾ അവിടെ ഒരു പദം വായിക്കുന്നു. എന്താ? 2-ാം അധ്യായത്തിൽ 2-ാം വാക്യം ഇങ്ങനെയാണ്, ലാസ്റ്റ് ഡേയ്സ്, അന്ത്യകാലത്ത്. ഇനിയും അതേ കാര്യം തന്നെ, ഇതേ സെയിം കാര്യം തന്നെ മീഖായുടെ പുസ്തകം 4-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ 4-ാം അധ്യായത്തിന്റെ മീഖ 4-ന്റെ 1-ാമത്തെ വാക്യം അവിടെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അന്ത്യകാലത്ത്, ഇതേ വാക്യം തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. സെയിം അതേ വാക്യം തന്നെ അവിടേക്ക്, മാറ്റമൊന്നുമില്ല. അവിടെ പറയുന്നത് എന്താ? ലാസ്റ്റ് ഡേയ്സ്, അന്ത്യകാലത്ത് എന്താണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഈ അന്ത്യകാലം എന്ന് പറയുന്നത് നമുക്കതിനെ 2-ആയി വിഭജിക്കുവാൻ കൊണ്ട് കഴിയും. അന്ത്യകാലം എന്ന് പറയുന്നതിനെ എത്രയായിട്ട് തരംതിരിക്കാൻ കഴിയും? 2-ആയിട്ട് തരംതിരിക്കാൻ. നമുക്ക്, നിങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാകുന്നെങ്കിൽ എനിക്ക് തമ്പ് ഒന്ന് കാണിച്ചാൽ മതി. ഇല്ല എങ്കിൽ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, തമ്പ് കാണിച്ചാൽ എനിക്ക് അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നു, ഫോളോ ചെയ്യുന്നതാണ്. അപ്പം മനസ്സിലായില്ലെങ്കിൽ അക്കാര്യം ചോദിക്കാനുള്ള അനുവാദമുണ്ട് കേട്ടോ. എൻ്റെ ക്ലാസ്സിൽ ഇവിടെ ആരും, ഞാൻ സജീഷ് സാർ വലിയൊരു അമ്പരൂപിയായിരിക്കുന്ന ഒരു അധ്യാപകനും നിങ്ങളെല്ലാം ഒന്നും അറിയാൻ വയ്യാത്ത കുറെ പൊട്ടന്മാരും എന്നാണ് അർത്ഥത്തിലല്ല അയക്കുന്നത്. എൻ്റെ മുമ്പിലിരിക്കുന്നത് ബി പി ജോൺ പാസ്റ്റർ വർഷങ്ങളായിട്ട് എനിക്ക് പരിചയമുണ്ട്. 40 വർഷത്തെ പരിചയം എനിക്കുണ്ട്. അദ്ദേഹത്തിന് ഇടിച്ചു പിഴിഞ്ഞാൽ 1000 പ്രസംഗം കിട്ടും. അത്ര അറിവുള്ള മനുഷ്യനാണ്. അപ്പം നിങ്ങൾക്ക് അറിവുള്ളവരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാനൊന്നും അറിയാൻ വയ്യാത്തതല്ല സംസാരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നോക്കിക്കേ, പഴയ പുതിയ നിയമത്തിലുള്ളതായ അന്ത്യകാല ശാസ്ത്രത്തെ നമുക്ക് എത്ര തരത്തിരിക്കാൻ കൊണ്ട് കഴിയും? 2-ആയിട്ട് തരത്തിരിക്കാൻ കൊണ്ട് കഴിയും. 2, ഒന്നാമത് ദിസ് ഏജ്, ഈ യുഗം. ഒന്നാമത്തെ എന്താണ്? അന്ത്യകാലത്തെ നമുക്ക് 2-ആയി തരംതിരിക്കുവാൻ കൊണ്ട് കഴിയും. അതിലൊന്നെന്താണ്? ഈ യുഗം, ഇപ്പോഴുള്ള കാലഘട്ടം. 2-ാമത്തത് ദ കമ്മിങ് ഏജ്, വരുവാനുള്ള കാലഘട്ടം. മനസ്സിലായല്ലോ? അപ്പോൾ അന്ത്യകാല ശാസ്ത്രത്തെ നമുക്ക് 2-ആയി തരംതിരിക്കുവാൻ കൊണ്ട് കഴിയും. എന്തൊക്കെയാണ്?
പഴയ പുതിയ നിയമ വേദഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അന്ത്യകാല ശാസ്ത്രത്തെ നമുക്ക് രണ്ടായി തരംതിരിക്കുവാൻ കൊണ്ട് കഴിയും. ഒന്ന് എന്താണ്? ഇപ്പോഴുള്ള കാലഘട്ടം. രണ്ട്, വരുവാനുള്ള കാലഘട്ടം. ഇപ്പോഴത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേക കാര്യങ്ങളൊന്നുമില്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ. അതിനെക്കുറിച്ച് ചേർന്ന് വിശദീകരിക്കാൻ പോവാം. ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പ്രത്യേകത പറഞ്ഞാൽ എന്താണ് ഞാൻ പറയാൻ പോവാം. വരുവാനുള്ള കാലഘട്ടം എന്താണെന്ന് ഞാൻ പറയാൻ പോവാം. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. ഈ എസ്കറ്റോളജി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഇപ്പോൾ വർത്തമാന കാലഘട്ടവും രണ്ട് ഭാവി കാലവുമാണ്. അതിനെ ഞാൻ ഒന്നുകൂടെ വിശദീകരിച്ച് പറയാൻ പോവുകയാണ്. അതായത് ഒന്ന് ഇൻഡിവിജ്വൽ എസ്കറ്റോളജി. ആ പദം നിങ്ങൾ മറക്കരുത്, ഈ പദം മറക്കരുത്. എസ്കറ്റോളജിയെ നമുക്ക് രണ്ടായി തരംതിരിക്കുവാൻ കൊണ്ട് കഴിയും. എന്താണ്? ഒന്നെന്താണ്? ഇൻഡിവിജ്വൽ, വ്യക്തിപരമായിരിക്കുന്ന അന്ത്യകാലം. വിശദീകരിക്കാം. ഇപ്പോഴേ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി മാത്രം പോവുക. അപ്പം ഈ എസ്കറ്റോളജി നമുക്ക് എത്ര തരംതിരിക്കാൻ കൊണ്ട് കഴിയും? രണ്ടായി തരംതിരിക്കുവാൻ കഴിയും. അതിന് ഞാൻ ആദ്യം പറഞ്ഞു എന്താണ്? വർത്തമാന കാലഘട്ടമെന്നും വരുവാനുള്ള കാലഘട്ടമെന്നും. അതിനെ ഒന്നുകൂടെ നന്നായി മനസ്സിലാക്കിയാൽ എസ്കറ്റോളജി നമുക്ക് രണ്ടായി വിഭാവനം ചെയ്ത് പഠിക്കുവാൻ കൊണ്ട് കഴിയും. അതിൽ ഒന്നാണ് എന്ത്? ഇൻഡിവിജ്വൽ, വ്യക്തിപരമായിരിക്കുന്ന, വ്യക്തികളെ ആസ്പദമാക്കിയുള്ളതായ ഇൻഡിവിജ്വൽ എസ്കറ്റോളജി. ഇൻഡിവിജ്വൽ എസ്കറ്റോളജി അതായത് ഇൻഡിവിജ്വൽ എസ്കറ്റോളജി പറയുമ്പോൾ ജോൺസൺ CP അദ്ദേഹത്തിന് അന്ത്യമുണ്ട്, ഇല്ലേ സഹോദരൻ? ഉണ്ടോ? നിങ്ങൾക്കൊരു അന്ത്യമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട് സാറേ. ചാവോ? തട്ടിപ്പോ എന്നാ? അതൊന്നും അറിയത്തില്ല. അറിയിക്കണേ, റീത്ത് കൊണ്ട് വയ്ക്കാനാ. സാറ് പറഞ്ഞ കാര്യം ഞാൻ ചാവുമ്പോ ഞാനും വന്ന് പറയാം. നിങ്ങൾ അവിടെ വന്നാ മതി. ഓക്കെ, നമുക്ക് ആർക്കും പറയാൻ ഒക്കത്തില്ല ഇൻഡിവിജ്വൽ എസ്കറ്റോളജി. പറയാൻ ഒക്കുവോ? നമുക്ക് ആർക്കും പറയാൻ ഒക്കത്തില്ല. പറയാൻ ഒക്കുവോ? നിമിക്ക് പറയാൻ ഒക്കുവോ? ഒക്കില്ല, ആർക്കും പറയാൻ ഒക്കത്തില്ല. അപ്പൊ അത് പറയാൻ വേണ്ടി ഞാൻ ഇത്രയും തമാശ രൂപത്തിൽ പറഞ്ഞത്. ഇൻഡിവിജ്വൽ എസ്കറ്റോളജി ലോകത്തിൽ ആർക്കും പ്രവചിക്കാൻ ഒക്കത്തില്ല. എന്നാൽ ചില ദൈവദാസന്മാർക്ക് പ്രത്യേക കൃപ കൊടുത്തിട്ട് അതിനെക്കുറിച്ചൊക്കെ ഒരു സൂചന കൊടുക്കും. മകനെ, നീ മരിക്കുന്നതിന് മുമ്പ് അതിന്റെ ഗൃഹാരി ഗർഭത്തിലാക്കിക്കൊള്ളുക. ആരോട് പറഞ്ഞ? ഹിസ്കിയാവിനോട് യെശയ്യാവ് പറഞ്ഞ അല്ലെ? ഇതുപോലുള്ള ചെറിയ ചെറിയ ദൂതുകൾ, ചെറിയ ആലോചനകൾ കൊടുക്കുവാൻ കഴിയും. എന്നാൽ ആർക്കും ഇന്ന സമയത്ത് മരിക്കുമെന്ന് പറയാനൊക്കെയില്ല. വേദപുസ്തകം പറയുന്നത് ഇങ്ങനെയാ, ഒരിക്കൽ മരിക്കുകയും അല്ലെ, ഒരിക്കൽ മരിക്കുന്ന. ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല വേദപുസ്തകം നമ്മളോട് പറയുന്നില്ല നമ്മുടെ ആയുസ് 70 സംവത്സരമാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ആര് പറഞ്ഞ ഇത്? മോശ അഹരോനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം, ഏറെയായാൽ 80. അത് മോശ പറഞ്ഞതാ അല്ലെ? ഒരിക്കലും ദൈവം പറഞ്ഞില്ല, എടാ ജോൺസണും ജോണും സജീവ് എല്ലാം 70ാമത് വയസ്സിൽ ലോകം വിട്ടു പോയിക്കോണം എന്ന് പറഞ്ഞോ? ഇല്ല. ഇതൊരു ആഗ്രഹമാണ്. അതുകൊണ്ടാണ് മോശ പറയുമ്പോൾ പറഞ്ഞത്, ദൈവമേ ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ആവശ്യമായിരിക്കും ബുദ്ധി തരണമേ എന്ന്. അപ്പം ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ ഒക്കുന്നില്ല. എപ്പോഴാ മരിക്കുന്നത് പറയാൻ ഒക്കത്തില്ല. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ സഭാ ശുശ്രൂഷയിലായിരിക്കുന്ന സമയത്ത് തുമ്പമണ്ണ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ശുശ്രൂഷയിലായിരിക്കുക. അപ്പോൾ ഞാൻ ഭവന സദസ്യത്തിന് വേണ്ടി വൈകിട്ട് ഇറങ്ങി. സാധാരണയായിട്ട് ഞാൻ താമസിക്കുന്ന പാർസലേജിൻ്റെ അടുത്ത് ഒരു സാധു അല്ലൊരു പണക്കാരനാണ്, ഒരു ബേബിച്ചാന്ന് പറഞ്ഞ മർത്തോമക്കാരനുണ്ടായി. അദ്ദേഹത്തിന് എന്നെ വലിയ ഇഷ്ടമാണ്, എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്. വല്ലപ്പോഴും ഒക്കെ ഞാൻ ആ വീട്ടിൽ കയറും. ഒരു ദിവസം ഞാൻ വൈകിട്ട് കയറി 5 മണിക്ക് അദ്ദേഹത്തിന് വീട്ടിൽ ചെന്നു. കുറച്ചേറെ ഇരുന്ന് വർത്താനം പറഞ്ഞു. 10, 15, 20 മിനിറ്റോളം വർത്താനം പറഞ്ഞു. പ്രാർത്ഥിച്ചു. ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. ഇറങ്ങി പാസ്റ്റർ എന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങി. അവിടെ എനിക്ക് ചായ തന്നു തോന്നുന്നു. ഞാൻ ചായ കുടിച്ചു. ഇറങ്ങി ഒരു കഷ്ടിച്ച് 100 മീറ്റർ നടന്ന് കാണത്തില്ല. കേൾക്കണേ, 100 മീറ്റർ നടന്ന് കാണത്തില്ല. പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് ഒരു അലർച്ച കേൾക്കാം. ഞാൻ ഒന്നുകൂടെ ചെവി കൂർപ്പിച്ചു, ഇതെവിടുന്നാ കരയേക്കുന്നേ? അപ്പോൾ ഈ വീട്ടിൽ നിന്നാ. ഞാൻ തിരിച്ചോടിച്ചെന്നു. ചെന്നപ്പോൾ
എന്റെ മുഖത്ത് നോക്കി വർത്താനം പറഞ്ഞ് ബേബിച്ചായൻ മരിച്ചു കിടക്കും. എത്ര സമയമായി? 10 മിനിറ്റ് പോലും ആയില്ല. മനസ്സിലായോ? അതുപോലെ ഞാൻ ഒരിക്കലും ഒരു വാട്സപ്പ് വീഡിയോ കാണുവാനിടയായിത്തീർന്നു. ഒരു അമ്മച്ചി ഒരു വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ച് ആ മരണ വീട്ടിൽ പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞു ഞാൻ ലോകം വിട്ടുപോകാനുള്ളവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞ് പെട്ടെന്ന് പുറകോട്ട് വീട് മരിക്കുന്നു. നിങ്ങൾ കണ്ടായിരുന്നു ആ വീഡിയോ? അപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുൻപ് ഞാൻ കായംകുളത്ത് എൻ്റെ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി ചെന്നു. അവിടെ നിന്ന് ഒരു അച്ചായൻ, പെട്രോൾ പമ്പിലെ ജോലിക്കാരനായിരിക്കുന്ന ഒരു അച്ചായൻ വർത്തമാനം പറഞ്ഞിരിക്കുക. പെട്ടെന്ന് പുറകോട്ട് മനസ്സും വീണു മരിച്ചു. അപ്പം ഈ മരണമെന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ എസ്കറ്റോളജി ആർക്കും പ്രവചിക്കുവാൻ കഴിയുന്നതല്ല. ആർക്കും പ്രവചിക്കാൻ കഴിയുന്നില്ല. ആ കാര്യം എല്ലാവരും നന്നായിട്ട് ഓർത്തുകൊള്ളണം. ഒരു മനുഷ്യനും പ്രവചിക്കാൻ കഴിയുന്നതല്ല ഇൻഡിവിജ്വൽ എസ്കറ്റോളജി. ഈ ഇൻഡിവിജ്വൽ എസ്കറ്റോളജിക്ക് ഒരു പേര് പറയുന്നുണ്ട്. ആ പേരാണ് എബ്രായ ലേഖനം 13:7 വാക്യം. എബ്രായ ലേഖനം 13:7 ഇൻഡിവിജ്വൽ എസ്കറ്റോളജിക്ക് പറയുന്ന ഒരു പേരാണെന്ത്? എബ്രായ ലേഖനം 13:7 വാക്യം. എടുത്തു വെച്ച് വായിച്ചാട്ടെ. 13:7 നോക്കിക്കാട്ടെ. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയൊരു ഓർത്തുകൊള്ളുവിൻ, അവരുടെ ജീവ അവസാനം. എന്താ ഇൻഡിവിജ്വൽ എസ്കറ്റോളജിക്ക് വിളിക്കുന്ന പേരെന്താ? ജീവ അവസാനം. കേട്ടോ എല്ലാവരും? എബ്രായ ലേഖനം 13:7 വാക്യത്തിൽ പറയുന്നത് എന്താ? ഇൻഡിവിജ്വൽ എസ്കറ്റോളജിക്ക് വിളിക്കുന്ന പേരെന്താ? ജീവ അവസാനം, ദി എൻഡ് ഓഫ് ലൈഫ് എന്നുള്ളതാണ്. എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായെങ്കിൽ തമ്പ് കാണിച്ചേ. ഓക്കെ. രണ്ടാമത്തേതാണ് എസ്കറ്റോളജി. രണ്ടാമത്തെ ഭാഗമാണ് ജനറൽ എസ്കറ്റോളജി. ജനറൽ എസ്കറ്റോളജി. ഈ ജനറൽ എസ്കറ്റോളജിക്ക് വിളിക്കുന്ന പേര് 1 കൊരിന്ത്യർ 10-ാം വാക്യമാണ്. 1 കൊരിന്ത്യർ 10-ാം വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന എന്താ അവിടെ ഇരിക്കുന്ന വാക്കെന്താ? ലോക അവസാനം. അപ്പൊ ജനറൽ എസ്കറ്റോളജി എന്ന് പറയുന്നത് എന്താണ്? ദി എൻഡ് ഓഫ് ദി വേൾഡ് ആണ്. ലോകത്തിന്റെ അവസാനമാണ്. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ 2 വിധത്തിലുള്ള എസ്കറ്റോളജി ഉണ്ട്. എസ്കറ്റോളജി എന്ന് പറയുന്നത് 2ആയി തന്നെ തിരിച്ചിരിക്കുന്നു. അത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ദിസ് ഏജ്. ഈ ദിസ് ഏജ് എന്ന് പറയുന്നതിനാണ് എന്ത് പറയുന്നത്? ഇൻഡിവിജ്വൽ എസ്കറ്റോളജി എന്ന് പറയുന്നത്. ദിസ് ഏജ്, എസ്കറ്റോളജി ഓഫ് ദ ദിസ് ഏജ്. ഈ ദിസ് ഏജിനെയാണ് പറയുന്നത് പേരെന്ത്? ഈ എന്തുവാ ഞാൻ പറഞ്ഞല്ലോ, ഇൻഡിവിജ്വൽ എസ്കറ്റോളജി, അതായത് ജീവന്റെ അവസാനം. എബ്രായ ലേഖനം 13:7 വാക്യം. രണ്ടാമത്തേതാണ് ജനറൽ എസ്കറ്റോളജി. അതിന് വിളിക്കുന്ന പേരെന്താ? ലോക അവസാനം, എൻഡ് ഓഫ് ദി വേൾഡ്. 1 കൊരിന്ത്യർ 10-ാം വാക്യം. അതായത് രണ്ടുകൂടെ നമ്മളൊന്ന് ക്രോഡീകരിച്ച് പഠിച്ചാൽ നമുക്കിങ്ങനെ പറയാൻ കഴിയും, ഇന്നത്തെ ജീവിതത്തിന് അവസാനം ഉണ്ടാകുന്നു. എങ്ങനെ അവസാനം ഉണ്ടാകുന്നു? മരണത്താൽ അവസാനം ഉണ്ടാകുന്നു. ഇന്നത്തെ ജീവിതത്തിന് മരണത്താൽ അവസാനം ഉണ്ടാകുന്നു. തുടർന്ന് ഒരു ഭാവി ജീവിതം ആരംഭിക്കുകയാണ്. ഈ ഭാവികാല ജീവിതത്തിനാണ് നിത്യത എന്ന് പറയുന്നത്. ഭാവികാല ജീവിതത്തിനാണ് എന്ന് പറയുന്നത് നിത്യത എന്ന് പറയുന്നത്. ഈ അടുത്തിടയ്ക്ക് രക്ഷിക്കപ്പെടാത്ത ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ, രക്ഷിക്കപ്പെടാത്ത ഒരു മനുഷ്യൻ, മദ്യപാനിയും ദുർമാർഗ്യമായിരിക്കുന്ന ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ കുടുംബക്കാർ ബാനർ ഉണ്ടാക്കി. ആ ബാനറിൽ എഴുതി
നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന്. ഈ പിതാവ് നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നിത്യതയിലേക്ക് പ്രവേശിക്കുന്നു എന്ന് ഒരു ബാനർ ഉണ്ടാക്കി. ഇത് കണ്ട ഒരു പെന്തക്കോസ്തുകാരനായിരിക്കുന്ന ഒരു സഹോദരന് ഭയങ്കര ദേഷ്യവും സങ്കടമൊക്കെ ഉണ്ടായി. അപ്പൊ പുള്ളി എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചു. സാറേ, ഇന്നാര് മരിച്ചുപോയി, അയാൾ രക്ഷിക്കപ്പെടാത്തവനാ, അവൻ നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അത് ശരിയാണ്. നിത്യത എന്ന് പറഞ്ഞ ദൈവമക്കൾക്കുള്ളതല്ലേ എന്ന് പറഞ്ഞ് എനിക്കൊരു മെസ്സേജ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് മറുപടി കൊടുത്തു, സഹോദര, നിത്യത എന്ന് പറയുന്നത് രണ്ടുപേർക്കുമുണ്ട്. രക്ഷിക്കപ്പെട്ടവർക്കുമുണ്ട്, അല്ലാത്തവർക്കുമുണ്ട്. പക്ഷെ അനുഭവം വ്യത്യസ്തമാണെന്നേ ഉള്ളൂ, അല്ലേ? എന്താ അനുഭവം വ്യത്യസ്തം? രക്ഷിക്കപ്പെട്ടവർക്ക് പിതാവായ ദൈവത്തോടെ, പുത്രനാഥപുരാനോട്, പരിശുദ്ധാത്മാവിനോട് കൂടിയുള്ളതായ നിത്യ സ്വർഗവാസം. എന്നാൽ മറുഭാഗത്തുള്ളവർക്കോ നിത്യ നരകവാസം. അപ്പൊ രണ്ടുപേർക്ക് നിത്യതയുണ്ട്, പക്ഷെ അനുഭവം വ്യത്യസ്തമാണെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ നോക്കുക, ഈ ജനറൽ എസ്കറ്റോളജിക്കകത്തില് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലോകാവസാനമാണ്. ഈ ലോകാവസാനത്തിനകത്തിൽ നമ്മൾ പല കാര്യങ്ങള് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഈ ലോകത്തിന്റെ അവസാനം. മാത്രമല്ല, രണ്ട്, റിസറക്ഷൻ ഓഫ് അവർ ലൈഫ്, റിസറക്ഷൻ ഓഫ് അവർ ബോഡി. നമ്മുടെ ജീവിതം, നമ്മുടെ ശരീരം ഉയർക്കുമെന്നുള്ളതാണ് രണ്ടാമത്തെ അനുഭവം. മൂന്നാമത്തെ കാര്യമാണ് ജഡ്ജ്മെന്റ്. ജഡ്ജ്മെന്റ്. അതുപോലെ മറ്റൊരു കാര്യമാണ് ഈ ലോകം ന്യായവിധിക്കായി വേർതിരിക്കപ്പെട്ടിരിക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ലോകാവസാനം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ടതായ കാര്യങ്ങളാണ്. അതെല്ലാം നമുക്ക് ദൈവം അനുവദിച്ചാൽ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കുവാൻ കൊണ്ട് കഴിയും. ഇത്രയും കാര്യം പറഞ്ഞ് മനസ്സിലായോ? ഇത്രയും കാര്യം പറഞ്ഞ് മനസ്സിലായോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ മുമ്പോട്ട് പോട്ടെ? മനസ്സിലായല്ലോ? ഞാൻ മുമ്പോട്ട് പോയിക്കോട്ടെ. ഇനി അടുത്തത്, നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം, യേശു കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിന്റെ വരവിന് മുൻപ് നടക്കേണ്ടുന്ന സംഭവങ്ങൾ, യേശു കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ യേശു കർത്താവ് മടങ്ങി വരുന്നതിന് മുൻപ് സംഭവിക്കേണ്ടതായ 7 കാര്യങ്ങൾ 7 ഉപമകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് മടങ്ങി വരുന്നതിന് മുൻപ് നടക്കേണ്ടതായ 7 കാര്യങ്ങൾ 7 ഉപമകളിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. അതെവിടെ നമ്മൾ കാണുന്നത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നിങ്ങൾ ആരെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ടോ ആ കാര്യം? 7 ഉപമ യേശു കർത്താവ് 1 by 1 ആയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടാന്ന്? ഇല്ല, അപ്പൊ കണ്ടിട്ടില്ല. എന്നാൽ നിങ്ങൾ കുറിച്ച് വെച്ചു. അതായത് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 1 മുതൽ 49 വാക്യങ്ങളാണ്. ഇവിടെയാണ് 7 ഉപമകൾ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എന്തിനെ സംബന്ധിച്ച? കർത്താവ് വരുന്നതിന് മുൻപ് ഈ ലോകത്തിൽ സംഭവിക്കേണ്ടതായ 7 കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. കർത്താവ് വരുന്നതിന് മുമ്പ് സംഭവിക്കേണ്ടതായ 7 സംഭവങ്ങളാണ് ഈ 7 ഉപമകളിൽ കൂടെ പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തെ ഉപമ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 13-ാം അധ്യായത്തിൽ 1 മുതൽ 9 വാക്യങ്ങളാണ്. അതായത് അവിടെ പറയുന്നത് വിതയ്ക്കുന്നവന്റെ ഉപമയാണ്. ഒന്നാമത്തെ എന്താ ഉപമ? വിതയ്ക്കുന്നവന്റെ ഉപമയാണ്. അവിടെ കർത്താവ് പറഞ്ഞു, വിതയ്ക്കുവാൻ മുഴുവൻ പുറപ്പെട്ടു, വിതച്ചു. എന്ത് ചെയ്തു? വിത്ത്, കുറച്ചേറെ വിത്തുകൾ എവിടെ വീണു? ആദ്യം പറയുന്നത് വഴിയരികെ വീണതാണ്. പ്രോപ്പർ സ്ഥലത്തല്ല വീണത്, അനുയോജ്യമായ സ്ഥലത്തല്ല അത് വീണത്. രണ്ടാമത് പറഞ്ഞത് ഇപ്രകാരമാണ്, പാടസ്ഥലത്ത് വീണു എന്നുള്ളതാണ്. മൂന്നാമത് പറയുന്നത് മുള്ളിനിടയിൽ വീണതാണ്. നാലാമത് വീണത് എവിടെയാ? നല്ല സ്ഥലത്ത് വീണു. 4 സ്ഥലങ്ങളിൽ വിത്ത് വീണെന്നാ പറയുന്നത്. എന്താ വിത്ത്? നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ? ദൈവവചനമാകുന്ന
വിത്ത്. അപ്പോൾ ഒന്നാമത് ഈ വിത്ത് വിതച്ചു. ആര് വിതച്ചു? ഇതേത് കാലഘട്ടത്തെ കാണിക്കുന്നു? അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തെയാണ് കാണിക്കുന്നത്. യേശു കർത്താവ് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ സംഭവമാണ് ഏതാ? അപ്പോസ്തലന്മാരുടെ കാലഘട്ടം. അപ്പോസ്തലന്മാരുടെ കാലഘട്ടം. ഈ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ ദൈവവചനം പ്രസംഗിച്ചു. അതെവിടെ വീണു? വിത്ത് വഴിയരികെ വീണു, പാറസ്ഥലത്ത് വീണു, മുള്ളിൻ്റെയിൽ വീണു, നല്ല സ്ഥലത്ത് വീണു. അതാണ് ഒന്നാമത്തെ അനുഭവം. ഇത് അപ്പോസ്തോലിക കാലഘട്ടത്തെയാണ് കാണിക്കുന്നത്. അപ്പോസ്തോലിക കാലഘട്ടം. രണ്ടാമത് കർത്താവ് പറഞ്ഞ ഉപമ മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 24 മുതൽ 30 വരെയാണ്. 2:24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. 13-ാം അധ്യായം 24 മുതൽ 30 വരെയാണ് രണ്ടാമത്തെ ഉപമ. ക്ലിയർ ആകുന്നുണ്ടോ? അവിടെ കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്: വിത്ത് വിതച്ചു. എന്നാൽ മറ്റൊരു സംഭവം കൂടെ നടന്നു. എന്താ? കളകളും വിതച്ചു. ഇതേത് കാലഘട്ടത്തെ കാണിക്കുന്നു? ഏത് കാലഘട്ടത്തെ കാണിക്കുന്നു? 1-ാം നൂറ്റാണ്ടിന്റെ അവസാനവും 2-ാം നൂറ്റാണ്ടുമാണത്. ഇവിടെ പറയുന്ന കളകൾ എന്ന് പറഞ്ഞത് എന്താണ്? ദുരുപദേശങ്ങളാണ്. ദുരുപദേശങ്ങൾ. നിങ്ങൾക്കറിയാം, ഈ 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 2-ാം നൂറ്റാണ്ടിലെ ആരംഭത്തിലും അവസാനത്തിലും 2-ാം നൂറ്റാണ്ട് മുഴുവനുമായിട്ട് ആദിമ സഭയിലേക്ക് ധാരാളം ദുരുപദേശങ്ങൾ കടന്നുകൂടി. നിങ്ങൾക്കറിയാമോ സ്യൂഡോ ടീച്ചിങ്സ്? സ്യൂഡോ ടീച്ചിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായ പഠിപ്പിക്കലുകൾ സഭയിലേക്ക് കടന്നുകൂടി. തെറ്റായ പഠിപ്പിക്കലുകൾ, ധാരാളം തെറ്റായ പഠിപ്പിക്കൽ സഭയിൽ കടന്നുകൂടി. അത് നിങ്ങൾ മനസ്സിലാക്കണം. നോസ്റ്റിസിസം, ജ്ഞാനമതക്കാർ, യേശുക്രിസ്തുവിന്റെ ദിവ്യത്വത്തെ, യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ദുർവേഷകന്മാർ, അർയൂസ് എന്ന് പറയുന്ന മനുഷ്യൻ. അപ്പം അങ്ങനെ ഒരുപാടെണ്ണമുണ്ട്. സഭാചാരത്തെ പഠിക്കുമ്പോൾ നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ദുരുപദേഷ്ടക്കന്മാർ കടന്നുകൂടി. എന്നാൽ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്: ആ കളകളെ പറിച്ചു കളയണ്ട, അവ വളരട്ടെ. അല്ലെ? അങ്ങനെയല്ലേ കർത്താവ് പറഞ്ഞത്? അവ വളരട്ടെ. എന്നോട് വളരട്ടെ? കൊയ്ത്തുപോലെ വളർന്നു വരട്ടെ. കൊയ്ത്തിന്റെ യജമാനതയെ പറിച്ചു കളഞ്ഞോളും. നമ്മളാരും പറിച്ചു കളയാൻ നോക്കണ്ട. അപ്പോൾ രണ്ടാമത്തെ ഉപമയാണ് വിത്ത് വിതച്ചു, അതിനോട് ചേർന്ന് കളയും വിതച്ചു എന്നുള്ളത്. അതിന്റെ ഏത് കാലഘട്ടത്തെ കാണിക്കുന്നത്? 2-ാം നൂറ്റാണ്ടിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ പറഞ്ഞത്? ഇനി മൂന്നാമത്തത് 13-ാം അധ്യായത്തിന്റെ 31-32 വാക്യങ്ങൾ. ഇവിടെ കർത്താവ് പറയുന്ന ഉപമ കടുകുമണിയെ കുറിച്ചാണ്. അവിടെ നമുക്ക് നന്നായിട്ട് വായിക്കുവാൻ കൊണ്ട് കഴിയുന്നുണ്ട്. കടുകുമണി വിതച്ചു, അത് വളർന്ന് ഒരു ചെടിയായിട്ട് ആരംഭിച്ചു, എന്തായി മാറി? ഒരു വലിയ വൃക്ഷമായി മാറി. അതെന്തിനെ കാണിക്കുന്നു? ക്രൈസ്തവ സഭയുടെ വളർച്ചയാണ് കാണിക്കുന്നത്. 3-ാം നൂറ്റാണ്ട് മുതലുള്ള വളർച്ച. നിങ്ങൾക്കറിയാം, ക്രൈസ്തവ സഭ ആരംഭിച്ചത് കൊച്ചു കാര്യത്തിലാണ്, അല്ലേ? ഒരു കൊച്ചനുഭവത്തിലാണ് വളർന്നു വന്നത്. യഹൂദന്മാരുടെ ഇടയിൽ അത് ജനിച്ചു വളർത്തപ്പെട്ടു. എന്നാൽ ആ ചെറിയ അനുഭവം എന്തായി മാറി? വളർന്ന് പന്തലിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതാണ് മൂന്നാമത്തെ കാര്യം. അപ്പൊ 3-ാം നൂറ്റാണ്ടിന്റെയാണ് കാണിക്കുന്നത്. സഭ വളർന്ന് പന്തലിച്ചു. കടുകുമണിയെ പോലെ ഒരു ചെറിയ അനുഭവത്തിൽ ആരംഭിച്ചു, പിന്നെന്തായി മാറി? ഒരു വലിയ അനുഭവമായി മാറ്റപ്പെടുവാനിടയായിത്തീർന്നു. 4-ാമത്തെ ഉപമയാണ് 13-ാം അധ്യായം 33-34 വാക്യങ്ങൾ. പുളിച്ച മാവ്. ആ പുളിച്ച മാവിനെ കാണിക്കുന്നത് എന്താണെന്നറിയാമോ? 6-ാം നൂറ്റാണ്ട് മുതൽ 11-ാം നൂറ്റാണ്ട് വരെയാണ്. അന്നാണ് സഭയിൽ ധാരാളം പുളിച്ച മാവിന്റെ അനുഭവങ്ങൾ ഉണ്ടായത്. പ്രത്യേക ആ സമയത്താണ് റോമൻ കത്തോലിക്ക സഭ വളരുവാനിടയായത്. അവര്
ഒരുപാട് പുളിച്ച മാവിന്റെ അനുഭവങ്ങൾ സഭയിലേക്ക് കൂട്ടിച്ചേർത്തു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എത്ര പേർക്ക് അറിയാം? എനിക്കറിയത്തില്ല. ഞാൻ പറയുമ്പോൾ അറിയാവുന്നൊരു കൈ കാണിക്കണം. അതായത് നിങ്ങൾ എത്ര പേർക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. ബസ്പുർഖാന ആർക്കറിയാമോ? അറിയാം, ഒരാൾക്കറിയാം. ഒരാൾക്കറിയാമോ ബസ്പുർഖാന എന്ത് പറഞ്ഞാൽ എന്താണെന്ന്? രണ്ടു പേർക്കറിയാം. പോട്ടെ. ബസ്പുർഖാനെ വിട്. ആ വാക്കൊക്കെ വിട്ടിട്ട് നമുക്ക് വേറെ വാക്ക് ചിന്തിക്കാം. പർഗറ്ററി കേട്ടിട്ടുണ്ടോ? പർഗറ്ററി തന്നെ പറയുന്ന ബസ്പുർഖാന. അതായത് കത്തോലിക്ക സഭ പഠിപ്പിച്ചു, എന്താണെന്നറിയാമോ? നിമ്മി സിസ്റ്റർ മരിച്ചു കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലേക്ക് പോകത്തില്ല. നേരെ എവിടേക്ക് പോകത്തില്ല? സ്വർഗത്തിലേക്ക് പോകത്തില്ല. നേരെ നരകത്തിലേക്ക് പോകത്തില്ല. നേരെ സ്വർഗത്തിലോട്ട് പോകത്തില്ല, നേരെ നരകത്തിലോട്ട് പോകത്തില്ല. പിന്നെ എവിടെ പോകും? ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് ഉണ്ട്. നരകത്തിനും സ്വർഗത്തിനും ഇടയില് ഒരു സ്ഥലമുണ്ട് കേട്ടോ. അതിന്റെ പേരാണ് ശുചീകരണ സ്ഥലം. ഇംഗ്ലീഷിൽ വായിക്കുന്ന പേര് പർഗറ്ററി, ബസ്പുർഖാന. തെറ്റിച്ചെടുത്തല്ലേ? അതിന് സജി സാർ അങ്ങനെ പഠിപ്പിച്ചത് പറയല്ലേ? തെറ്റിച്ചാരും എഴുതരുത്. പർഗറ്ററി, പർഗറ്ററി അല്ലെങ്കിൽ എന്താ? ബസ്പുർഖാന. മലയാളത്തിൽ പറയുമ്പോൾ എന്താ പറയുന്നത്? മലയാളത്തിൽ പറയുന്ന വാക്ക് എന്താ? ശുചീകരണ സ്ഥലം. ശുചീകരണ സ്ഥലം ശരിക്കും മനസ്സിലാക്കി വെക്കണം. അതായത് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ എവിടെ കിടക്കുന്നു? ശുചീകരണ സ്ഥലത്ത് കിടക്കുന്നു. ഇത് പഠിപ്പിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് ഒരു കാര്യം പറഞ്ഞു. ഒടുവിലത്തെ കാശ് കൊടുക്കുവോളം നീ അവിടെ ആയിരിക്കും. ഒടുവിലത്തെ കാശ് കൊടുക്കുവോളം നീ എവിടെ ആയിരിക്കും? അവിടെ ആയിരിക്കും. എവിടെയായിരിക്കും? കർത്താവ് പറഞ്ഞു 5-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. കാശ് കൊടുത്ത് നീ ഓണം, നീ അവിടെ നിന്ന് പുറത്ത് വരികയില്ല കേട്ടോ. അത് വെച്ചോണ്ട് ഈ അച്ഛന്മാര്, ഈ പുരോഹിതന്മാര് ഒരു കളിയും കളിച്ചു. പാവപ്പെട്ട ജനത്തോട് പറഞ്ഞു, നിങ്ങൾ പൈസ കൊടുക്കാതെ നിങ്ങൾക്ക് എവിടെ പോകാനൊക്കത്തില്ല? സ്വർഗത്തിൽ പോകാനൊക്കത്തില്ല. പിന്നെ എവിടെ കിടക്കും? നിങ്ങള് നരകത്തിൽ കിടക്കും. മനസ്സിലായോ? നരകത്തിൽ കിടക്കും. അതിനെന്തോ ചെയ്യണം? ചത്തു കഴിഞ്ഞാൽ നിമ്മിയുടെ വീട്ടുകാർ ഒരു കാര്യം ചെയ്യണം. മക്കളോ ഭർത്താവോ വേണ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യണം. എന്ത് ചെയ്യണം അറിയാമോ? അച്ഛനെ വിളിച്ചിട്ട് ഒരു കുർബാന നടത്തിക്കണം. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, 3-ന്മേൽ കുർബാന, 5-ന്മേൽ കുർബാന. ഞാൻ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അപ്പം അച്ഛൻ വന്നിട്ട് പറയും, അച്ഛനോട് വന്നിട്ട് നിമ്മിയുടെ വീട്ടുകാർ ചോദിക്കും എന്തോ ചെയ്യണോ അച്ചു? അപ്പൊ അച്ഛൻ ഇങ്ങനെ കണക്ക് കൂട്ടിയിട്ട് പറയും, നിമ്മി ലോകത്ത് ജീവിച്ചപ്പോൾ വലിയൊരു പാപിയായിരുന്നു. അവളെ സ്വർഗത്തിലേക്ക് കയറ്റാൻ എന്തോ വേണമെന്ന് അറിയാമോ? 5-ന്മേൽ കുർബാന എന്ന് പറഞ്ഞാൽ 5 കുർബാന നടത്തണം. മനസ്സിലായോ? 5 കുർബാന നടത്തണം. അപ്പൊ പണമില്ലാത്ത ഭർത്താവ്, പണമില്ലാത്ത മക്കള് 5 കുർബാന നടത്തുമ്പോൾ ഏതാണ്ട് 10 ലക്ഷം രൂപ വേണം. ഭയങ്കര പരിപാടിയാണ്. അതിന് നിവൃത്തിയില്ല. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുക, അവർ പറഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യം ഇങ്ങനെയാണ്. 1-ാം കുർബാന നടക്കുമ്പോൾ ശുചീകരണ സ്ഥലത്ത് നിന്ന് കുറച്ച് പൊക്കി, 2-ാം കുർബാന നടത്തുമ്പോൾ കുറച്ച് പൊക്കി. അങ്ങനെ 5 കുർബാന പറഞ്ഞെങ്കിൽ 5 കുർബാന നടത്തി കഴിയുമ്പോൾ എവിടെ കയറും? എവിടെ കയറും? സ്വർഗത്തിൽ ചേരും. മനസ്സിലാവുന്ന പറയുന്നത്? അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിമ്മി സിസ്റ്റർക്ക് കുർബാന നടത്തുക, 1-ാം കുർബാന നടത്തി, 2-ാം കുർബാന നടത്തി, 3-ാം കുർബാന നടത്തി കഴിഞ്ഞാൽ പിന്നെ പൈസ ഇല്ല. അപ്പൊ നിമ്മി എവിടെ വയ്ക്കുക? ആകാശം എങ്ങനെ നിൽക്കുക? നരകത്തിലുമല്ല, സ്വർഗത്തിലല്ല. എവിടെ വയ്ക്കുക? അന്തരീക്ഷത്തിൽ വയ്ക്കുക. സ്വർഗത്തിൽ കയറിയോ? ഇല്ല. നരകത്തിലാണോ? അല്ല. അപ്പൊ നിമിസിസ്റ്റ് പറയുക, എന്റെ പിള്ളാരെ, നിങ്ങൾ എന്തിനായി കൊടുംചതി എന്നോട് ചെയ്തത്? ഒന്നീ എന്നെ നരകത്തിലേക്ക് വിട്, അല്ലെങ്കിൽ എന്നെ സ്വർഗത്തിലോട്ട് വിട്. ഇത് രണ്ടിടത്തുമല്ല ഞാൻ കിടന്ന് കറങ്ങുക എന്ന് പറയും ഇല്ലേ? മനസ്സിലാവുന്നോ പറയുന്നത്? ഇതാണ് ഈ ശുചീകരണ സ്ഥലത്തിന്റെ പ്രത്യേകത. അപ്പം ഇത് സംബന്ധിച്ചുള്ള പഠിപ്പിക്കൽ വിളിക്കുന്ന പേരാണ് എന്തോ? ഞാൻ ലീവ് ആയിക്കോട്ടെ സാറേ, ചർച്ചിൽ പോണം. 8 മണിക്ക് പ്രയർ ഉണ്ട്. ആർക്ക്? ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് ആരും പേര് പറ.
IPC സഭ ബിക്കാനീർ. ഇപ്പൊ സംസാരിക്കാത്ത പേര് പറയാൻ. ജോൺസൺ. 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 ശരി. പോയിക്കോ. അങ്ങനെ ഉടനെ ഇന്ന് ഞാൻ പ്രാർത്ഥന വെക്കരുത്. ബാക്കി കേൾക്കാൻ ഒക്കുന്നില്ലല്ലോ. ബാക്കി കേൾക്കാൻ ഒക്കുന്നില്ലല്ലോ, പഠിക്കാൻ ഒക്കുന്നില്ലല്ലോ. പോയിട്ട് എനിക്കെന്താ ലിങ്കിനകത്ത് അപ്പം ഇവര് ഈ വിധം ഈ ശുചീകരണ സ്ഥലത്തെ കുറിച്ച് പഠിപ്പിച്ചിരുന്ന ഒരു തിയറി ഉണ്ട്. അതിന് വിളിക്കുന്ന പേരാണ് പാപമോചന ചീട്ട്. എന്താ? പാപമോചന ചീട്ട്. സമയം പോകുന്നു പെട്ടെന്നാണ്. ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ഇൻഡൽജൻസ് കോൺട്രവേഴ്സി. ഇൻഡൽജൻസ്, INDULGENC, ഇൻഡൽജൻസ് കോൺട്രവേഴ്സി. ഇന്റലിജൻസ് കോൺട്രവേഴ്സി. അതായത് ഇതിന്റെ മെയിൻ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെന്ന് അറിയാമോ? ടെറ്റ്സൽ എന്ന് പറയുന്ന പുരോഹിതനാണ്, ആർച്ച് ബിഷപ്പായിരുന്നു ടെറ്റ്സൽ. എഴുതി വെച്ചോണേ, ടെറ്റ്സൽ. നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കണം. എങ്കിലേ ജനത്തിന്റെ താല്പര്യം ഉണ്ടാകുന്നുള്ളൂ. ഇങ്ങനെ കണ്ട് പ്രസംഗിക്കും, അയ്യോ നമ്മുടെ ജോൺ പാസ് ഏതാണ്ടൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയും. അതുകൊണ്ട് ഇതെല്ലാം ശരിയായിട്ട് മനസ്സിലാക്കണം. ടെറ്റ്സൽ എന്ന് പറഞ്ഞ ഒരു ആർച്ച് ബിഷപ്പാണ് ഇത് പഠിപ്പിച്ചത്. അയാള് ഒരുപാട് കടബാധിതരാണ്. ചീട്ട് കളിച്ച് അയാൾ ഒരുപാട് തോറ്റുപോയി. ആരാ ചീട്ട് കളിച്ച് ആരാ തോറ്റത്? ഈ ടെറ്റ്സൽ എന്ന് പറയുന്നതായ പുരോഹിതൻ, ആർച്ച് ബിഷപ്പ്. അയാൾ പരാജയപ്പെട്ടു പോയി. അപ്പൊ അയാൾക്ക് രക്ഷപ്പെടാൻ മാർഗമില്ലാതെ വിഷമിച്ച് ചെയ്തപ്പോഴാണ് അയാൾ വേദോസ് തുറന്നത്. അപ്പോഴാണ് ഈ വാക്യം കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഒടുവിലത്തെ കാശ് കൊടുക്കുന്നത് അവിടെ ആയിരിക്കും. അപ്പോൾ ഇയാളൊരു തിയറി ഉണ്ടാക്കി. ആ തിയറിയാണ് പാപമോചന ചീട്ട്. അയാൾ പറഞ്ഞു കേൾക്കണോ? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാനത് പറയാം. ഇംഗ്ലീഷിലാണ് കൊട്ടേഷൻ. When the coin rings the coffer, the soul from the purgatory springs. ഇതിന് മനസ്സിലായോ? When the coin rings the coffer, അതായത് പണപ്പെട്ടിയിൽ മേൽ പണം വന്ന് വീഴുമ്പോൾ, the soul from the purgatory springs, അതായത് പർഗറ്റിയിൽ നിന്നുള്ള ആത്മാവ് തളിർത്ത് മുകളിലേക്ക് കയറും. കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ രക്തവും യേശു കർത്താവ് നമ്മെ രക്ഷിക്കുമെന്ന് പറഞ്ഞ ദൂതും ഒക്കെ എന്തായി തീർന്നു? വെറും അബദ്ധജടിലമായ പഠിപ്പിക്കലായി മാറി. ഞാൻ പഠിപ്പിച്ചാണ് ശരി വന്നു. പുളിച്ചമാവ് സഭയിലേക്ക് കയറി വന്നു. ഇതുപോലെ എന്തുമാത്രം പുളിച്ചമാവുകൾ സഭയ്ക്കകത്ത് കയറി അറിയാമോ? കർത്താവ് പറഞ്ഞു, പരീശന്മാരുടെ പുളിച്ചമാവിനെ സൂക്ഷിച്ചു കൊള്ളുക. ആര് പറഞ്ഞ? കർത്താവ് പറഞ്ഞതാ അല്ലേ? അപ്പൊ പുളിച്ചമാവ് ഇന്ന് സഭകൾക്കകത്തെല്ലാം ഉണ്ട്. ആ പുളിച്ചമാവിനെ ശ്രദ്ധിക്കുവാൻ കർത്താവ് പറഞ്ഞു. അതാണ് 4-ാമത്തെ ഉപമ. അത് എത്രാം നൂറ്റാണ്ട് ഞാൻ കാണിക്കുന്നത്? 6-ാം നൂറ്റാണ്ട് മുതൽ 11-ാം നൂറ്റാണ്ട് വരെയാണ്. അപ്പൊ 4 കഥകൾ ഞാൻ പറഞ്ഞു. 5-ാമത്തത് 13-ാം അധ്യായം 44-ാമത്തെ വാക്യം. 13-ാം അധ്യായം 44-ാമത്തെ വാക്യം. എത്രാമത്തെ ഉപമയാ? 5-ാമത്തെ ഉപമ. അവിടെ വായിക്കുന്നത് എന്താ? ഒളിച്ചു വെച്ചിരിക്കുന്ന നിധി. ഒളിച്ചു വെച്ചിരിക്കുന്ന നിധി. അതെന്തിനെ കാണിക്കുന്നു? ഇസ്രായേൽ എന്ന് പറയുന്ന ജനം ദൈവത്താൽ ഒളിപ്പിക്കപ്പെട്ട നിധിയാണ്. ഇസ്രായേൽ ജനം ദൈവത്താൽ ഒളിപ്പിക്കപ്പെട്ടിരിക്കുന്ന നിധിയാണ്. ദൈവത്താൽ ഒളിപ്പിക്കപ്പെട്ട നിധിയാണ്. അതുകൊണ്ട് പറയുമ്പോൾ നമുക്കറിയാം, ഒരു മനുഷ്യൻ ഒരു വയൽ കണ്ടു. ആ വയൽ കണ്ടിട്ട് അതിനകത്തുള്ള ഒരു നിധി ഒളിപ്പിക്കപ്പെട്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ എന്ത് ചെയ്തു? തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് എന്ത് ചെയ്തു? ഈ ചതുപ്പ് നിലത്തെ ഈ വയലിനെ താൻ വിലയ്ക്കായി വാങ്ങി. എന്തിനെ കുറിക്കുന്നു? ഇസ്രായേൽ മക്കളെ കുറിച്ചാണ് പറയുന്നത്. ഇസ്രായേൽ മക്കള് ഒളിപ്പിക്കപ്പെട്ട നിധിയാണ്. അവർ ഹിഡനാണ്. എന്നാൽ ആ ഹിഡനായിരിക്കുന്ന നിധി യേശുവിനെ അംഗീകരിച്ചപ്പോൾ അവർ ജീവിതത്തിൽ വലിയ നന്മകൾ ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി 6-ാമത്തത് 13-ാം അധ്യായം 45-46 വാക്യങ്ങൾ. അത് നല്ല മുത്ത് അന്വേഷിക്കുന്ന വ്യാപാരിയാണ്. നല്ല മുത്ത്
അന്വേഷിക്കുന്ന വ്യാപാരി. ഇതേത് കാലഘട്ടത്തെ കാണിക്കുന്നു? ഇന്നത്തെ കാലഘട്ടത്തെ കാണിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തെ കാണിക്കുന്നു. അതായത് എന്നെയും നിങ്ങളെയുമാണ് അത് കാണിക്കുന്നത്. സൂസമ്മ സിസ്റ്ററെയും മേഴ്സി സിസ്റ്ററെയും അങ്ങനെയുള്ള എല്ലാവരെയുമാണ് കാണിക്കുന്നത്. നമ്മളെന്താ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? നല്ല മുത്ത് അന്വേഷിക്കുന്നതിനാണ്. ഏഴാമത്തതാണ് 13-ാം അധ്യായം 47 മുതൽ 49 വാക്യങ്ങൾ. 13-ാം അധ്യായം 47 മുതൽ 49 അധ്യായങ്ങൾ. അവിടെ ഏഴാമത്തെ ഉപമ കാണുന്നു. അത് എന്തിനെ കാണിക്കുന്നു? വലയെ കുറിച്ചാണ് പറയുന്നത്. വല. അതിനകത്തൊരു കാര്യം പറയുന്നു, മത്സ്യങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നു. അല്ലേ? ഇവിടെ വായിക്കുന്നതാണ്. മത്സ്യത്തെ വേർതിരിക്കുന്നു. എന്താ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കഥ വായിക്കുന്നത് കർത്താവിന്റെ വരവോടുകൂടി സംഭവിക്കുന്ന കാര്യമാണ്. അതായത് ഈ നല്ല മത്സ്യങ്ങളെ ചീഞ്ഞ മത്സ്യങ്ങളെ വേർതിരിക്കുന്നത് പോലെ നമ്മുടെ കർത്താവ് വന്നു കഴിയുമ്പോൾ സേവ്ഡ് ആൻഡ് അൺസേവ്ഡ് ഡിഫറൻസ്, രക്ഷിക്കപ്പെടാത്തവരെയും രക്ഷിക്കപ്പെട്ടവരെയും തമ്മിൽ വേർതിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാത്ത ഗുണം കഴിയും. അപ്പം ഇതാണ് 7 ഉപമകൾ. നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. 7 ഉപമകൾ നിങ്ങൾ കിട്ടിയോ? 7 ഉപമ കിട്ടിയോ? കിട്ടിയെങ്കിൽ എനിക്ക് കൈ കാണിക്കുക. ഇല്ല എങ്കിൽ ഞാനൊന്നും പറയാം. എവിടെയാണ് മനസ്സിലാക്കാൻ ഞാൻ പറയാം. എല്ലാവർക്കും കിട്ടിയോ? കിട്ടിയോ? 5-ാമത്തെ ഉപമയില് ഇസ്രായേലിലാണോ ഒളിപ്പിക്കപ്പെട്ട നിധി എന്ന് പറഞ്ഞേക്കുന്നേ? അതെ 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 അതെ. ഓക്കെ, ഇനിയും നമുക്ക് ഒരു ഭാഗം 1-2 ഭാഗം കൂടെ പറഞ്ഞ ശേഷം അവസാനിപ്പിക്കാം. എത്ര മണി വരെയാണ് ക്ലാസ് എടുക്കേണ്ടത്? 6:30 വരെയാണോ? അല്ല, 7 വരെ, 8:30 വരെയാണോ? അതെ. അതോ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ രാത്രി മുഴുവൻ ഇരിക്കാം. നേരം വെളുക്കുന്നവരെ എൻ്റെ കയ്യിൽ ഫുൾ ഫ്ലഡ്ജഡാണ്. കണ്ടോ, മുഴുവൻ ഞാൻ തയ്യാറാക്കിയോടെ ഇരിക്കുന്നത്. ഒരു പ്രശ്നവും എനിക്കില്ല. ഈ ബുക്ക് നിറച്ച് ഞാൻ എഴുതി വെച്ചിരിക്കുക. നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറായിട്ട് തന്നെ വന്നേക്കുന്നത്. ഓക്കെ, ഇനിയും നമുക്ക് ഒരു ഭാഗം 2-3 കാര്യങ്ങളൂടെ പറഞ്ഞ ശേഷം അവസാനിപ്പിക്കാം. ആ ഭാഗം അവസാനിപ്പിക്കാം. അതായത് നമ്മുടെ കർത്താവിന്റെ വരവ്. ഓക്കെ, യേശുക്രിസ്തുവിന്റെ വരവിന് മുൻപ് ഏതാണ്ട് യേശുക്രിസ്തുവിന്റെ വരവിന് മുൻപ് 9 സംഭവങ്ങൾ നടക്കണം. എത്ര സംഭവങ്ങൾ നടക്കണം? 9 സംഭവങ്ങൾ നടക്കണം. യേശുക്രിസ്തുവിന്റെ വരവിന് മുൻപ് 9 സംഭവങ്ങൾ നടക്കണം. അതിനെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 4 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. ആരെങ്കിലും വായിച്ചു തുടങ്ങാമെങ്കിൽ നമുക്ക് പതുക്കെ ചിന്തിച്ചു തുടങ്ങാം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം, 24-ാം അധ്യായം 4 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ആരും തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. കർത്താവ് വരുന്നതിന് മുമ്പ് നടക്കേണ്ട 1-ാമത്തെ സംഭവം ഫാൾസ് ക്രൈസ്റ്റ്, കള്ളക്രിസ്തുക്കൾ. ക്രിസ്തു എന്ന് പേര് പറഞ്ഞ് അനേകർ എന്റെ നാമം എടുത്തുകൊണ്ട് വരും. എത്ര സംഭവങ്ങൾ പറയണം? എത്ര സംഭവങ്ങൾ പറയണം? ഒരുപാടെണ്ണം പറയാം, പക്ഷെ അതൊന്നും പറയാൻ സമയമില്ലല്ലോ. അപ്പോൾ 1, കള്ളക്രിസ്തുക്കൾ. അന്തിക്രിസ്തുവല്ല, പിന്നെ ആരാ? കള്ളക്രിസ്തുക്കൾ. യേശുക്രിസ്തുവിന്റെ നാമം പറഞ്ഞുകൊണ്ട് ചതിപ്പിക്കുന്നതായ ഒരു കൂട്ടം ആൾക്കാർ. അതാണ് 1-ാമത്. അടുത്ത വായിച്ചട്ടെ. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. 2 കർത്താവിന്റെ വരവിന് മുമ്പ് സംഭവിക്കുന്ന 2-ാമത്തെ കാര്യം എന്താ? യുദ്ധങ്ങളും യുദ്ധശ്രുതികളും. അല്ലേ? മുൻപത്തേക്കാൾ കൂടുതലായിരിക്കുന്നതായ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കേട്ടുകൊണ്ടിരിക്കുക. അല്ലേ?
എവിടെയെല്ലാം നടന്നു? ഇന്നലെയാണ് ഇസ്രായേലും ഗാസയുമായിട്ടുള്ള യുദ്ധത്തിന് ഏതാണ്ട് ഒരു അറുതി വന്നത്, അല്ലേ? അപ്പോൾ എന്തുമാത്രം വന്നു? റഷ്യയും യുക്രൈനുമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഏതാണ്ട് 4-5 വർഷങ്ങളായി. ഇതുവരെയും അതിന് പരിഹാരമായിട്ടില്ല. പശ്ചിമേഷ്യ മുഴുവൻ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്തും ഇറാൻ ഇസ്രായേലിനെ അടിക്കാം, ഏത് സമയത്തും ഇസ്രായേൽ ദോഹയെ അടിക്കാം, അല്ലെ? അങ്ങനെ ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ യുദ്ധഭീഷണിയിലാണ്. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് എപ്പോ വേണമെങ്കിലും നടത്താം. എപ്പോ വേണമെങ്കിലും ഇന്ത്യ ഒരു കത്തിയിലും കത്തിക്കാം, പാകിസ്ഥാനെ ചുട്ടുകരിച്ച് ദൂരെ കളയാം, അല്ലേ? അപ്പോൾ യുദ്ധങ്ങളെയും യുദ്ധ ശ്രുതികളെ കുറിച്ച് കേൾക്കും. രണ്ടാമത്തത്. മൂന്നാമത് ഇനി അടുത്ത വാക്യം വായിച്ച്. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ, അത് സംഭവിക്കുന്നത് തന്നെ. എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമം ഭൂകമ്പവും അവിടെ എവിടെ. ക്ഷാമം മൂന്നാമത്തേതാണ്. എന്ത്? ക്ഷാമം, അല്ലെ? ഒരു സമയത്ത് നമുക്ക് ഇഷ്ടംപോലെ എല്ലാം ഉണ്ടായിരുന്നു. ഇല്ലാതിരുന്നത് പൈസയായിരുന്നു. എന്നാൽ ഇന്ന് അത് മാറി. ഇന്ന് പണം ഇഷ്ടം പോലുണ്ട്, എന്തില്ല? സാധനങ്ങളില്ല, അല്ലെ? ക്ഷാമമാണ്, എല്ലാത്തിനും ക്ഷാമമാണ്. നമ്മൾ പാടുമ്പോൾ പറയും ക്ഷാമം ഭൂകമ്പം ആദിരാരംഭം, അല്ലേ? അപ്പം നമ്മൾ പാടുന്ന പാട്ടാണത്. അപ്പം ഞാൻ പറഞ്ഞെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഷ്ടംപോലെ ക്ഷാമം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ക്ഷാമം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അടുത്ത വായിച്ച ക്ഷാമം. പിന്നെന്താ? ഭൂകമ്പവും അവിടെ അവിടെ ഉണ്ടാകും. ഭൂകമ്പം. എന്നെ ശ്രദ്ധിക്കണേ, ക്ഷാമവും ഭൂകമ്പവും എന്ന് പറയുന്നുണ്ട്. എന്നാൽ അതിന്റെ ഇടയിൽ ഒരു കാര്യമുണ്ട്. അത് ഇംഗ്ലീഷ് വേദപുസ്തകത്തിലുണ്ട്, മലയാളം വേദപുസ്തകം ഇല്ല. എന്താണെന്നറിയാമോ? ഫാമിൻ, പെസ്റ്റിലൻസ് ആൻഡ് എർത്തുകേക്ക് എന്നാണ് ഇരിക്കുന്നത്. മനസ്സിലായോ? ഫാമിൻ, ക്ഷാമം. പിന്നെ എന്താ? പെസ്റ്റിലൻസസ്. എന്താ പെസ്റ്റിലൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 3 വർഷങ്ങൾക്ക് മുമ്പ് പെസ്റ്റിലൻസസ് ഉണ്ടായി. എന്താ 3 വർഷം മുമ്പ് ഉണ്ടായത്? പകർച്ചവ്യാധികൾ. പകർച്ചവ്യാധി, കോവിഡ്, അല്ലേ? അപ്പൊ കർത്താവിന് വരും മുമ്പ് സംഭവിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? കോവിഡ്. അത് നമ്മൾ ആരും ചിന്തിച്ചില്ല. ഇംഗ്ലീഷ് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ഫാമിൻ, പെസ്റ്റിലൻസസ്, അതായത് പകർച്ചവ്യാധികൾ. അത് കഴിഞ്ഞാണ് എന്തുള്ളത്? എർത്തുകേക്കുള്ളത്. ഓക്കെ. അപ്പൊ പകർച്ചവ്യാധി. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം, കോവിഡ് വന്നുകൊണ്ട് എന്ത് നേട്ട സഭകൾക്കുണ്ടായി? എന്ത് നേട്ടം ഉണ്ടായോ? കോവിഡ് കൊണ്ട് എന്തെങ്കിലും നേട്ട സഭയ്ക്കുണ്ടായോ? ഒരുപാട് ദോഷങ്ങൾ ഉണ്ടായി. എന്തോ ദോഷങ്ങൾ ഉണ്ടായത്? ഒന്നാമത്തെ ദോഷം ദൈവമക്കൾ തമ്മിൽ കൈ കൊടുക്കുന്നത് നിർത്തലായി. രണ്ടാമത്തെ ദോഷം സ്നേഹചുംബനം കൊടുത്തിരുന്ന് നിർത്തലായി. മൂന്നാമത്തെ ദോഷം തറയിലിരുന്ന് ചമ്മടപ്പൂട്ടിട്ട് ആരാധിച്ച് തുള്ളിച്ചാടിയുടെ അനുഭവം മാറി. ഇപ്പൊ എല്ലാവരും കസേരയിലാണ്. അല്ലെന്ന് പറ. ആണോ? അടുത്തത് കർത്തൃവേശ. നമ്മൾ കപ്പ് മേടിച്ച് കുടിക്കുകയും അപ്പഞ്ഞുള്ളിൽ തിരികെയും ചെയ്തുകൊണ്ടിരുന്നത് മാറി. ഇപ്പൊ ഒരു സമയത്ത് നമ്മളെല്ലാം എതിര് പറഞ്ഞുകൊണ്ടിരുന്നതാണ്, പള്ളിക്കാരുടെ കുടിക്കുന്ന കോഴി കുടിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലേ? അങ്ങനെയല്ലായിരുന്നോ? കൊച്ചു കപ്പയാത്രയാണ് കുടിക്കുന്നത്, വേണ്ട, ഇത് വാങ്ങി കുടിപ്പിരുന്നല്ലേ പറഞ്ഞേക്കാൻ. അതുകൊണ്ട് അങ്ങനെ ഇതൊക്കെ പറഞ്ഞാണത്. ഇപ്പൊ എന്താ സംഭവിച്ചേക്കുന്നത്? എല്ലാവരും കൊച്ചു കപ്പയാത്തി കുടിക്കുക, അല്ലേ? അതെ. അടുത്തത് കർത്താവിന്റെ വേശ തിന്നുന്നതിന് മുൻപ് പാസ്റ്റ് കുപ്പിക്കകത്ത് അടിക്കുക. കണ്ടോ നിങ്ങളത്? എന്തുവാ അടിക്കുന്നത്? സാനിറ്റൈസർ അടിക്കുക. കണ്ടോ? അപ്പൊ ഇതുകൊണ്ട് എന്താ നേടി? കോവിഡ് കൊണ്ട് എന്താ നേടി? സഭയ്ക്ക് ദോഷമുണ്ടായി, ദൈവമക്കളുടെ സ്നേഹത്തിന് ഭംഗമുണ്ടായി. ഞാനിപ്പോഴും ഓർക്കുന്നു, ഞങ്ങളുടെ കായംകുളം മർത്തവ പള്ളിയിൽ ഒരു അച്ഛനുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ആക്സിഡന്റ് വന്നാണ് മരിച്ചത്. അദ്ദേഹത്തിന്റെ പേരാണ് ചെറിയാനച്ഛൻ, CK ചെറിയാനച്ഛൻ. നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വളരെ മാന്യനായിരിക്കുന്നത്, നല്ല ദൈവഭക്തനായ മനുഷ്യൻ.
അദ്ദേഹം കായംകുളത്ത് മർത്തോപ്പള്ളിയിൽ, അന്ന് ഞങ്ങളൊക്കെ മർത്തോപ്പള്ളിയിലാണ്. അദ്ദേഹമാണ് കായംകുളത്ത്, അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് സമൂഹ കലർ കൊണ്ടുവന്ന അദ്ദേഹമാണ്. അദ്ദേഹം ഒരു ഭക്തനായ മനുഷ്യനാണ്, നല്ല ദൈവവാസനായിരുന്നു. അദ്ദേഹം സ്വർഗത്തിൽ പോകുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ വിശ്വസിക്കുന്നത് നല്ല മനുഷ്യനായിരുന്നു, നല്ല വിശുദ്ധനായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. നമ്മുടെ അടുത്തുള്ളതായ നൂറിനാട് കുഷ്ഠരോഗ ആശുപത്രിയിൽ എല്ലാ വർഷവും ശുശ്രൂഷയ്ക്കായി പോകും. കേൾക്കണേ നിങ്ങളത്, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് പറയുന്നത്, കെട്ടുകഥയല്ല പറയുന്നത്. നൂറിനാട് കുഷ്ഠരോഗ ആശുപത്രിയിൽ അദ്ദേഹം പോയി. ആ പ്രാവശ്യം കുറച്ചേറെ വിശ്വാസത്തിന് പള്ളിക്കാരിൽ അവിടെ ചെന്നു. അവിടെ ഇങ്ങനെ കുർബാന നടത്താൻ തുടങ്ങി. കുർബാന നടത്താൻ തുടങ്ങിയപ്പോൾ ഈ കാസായി പീലാസായി എന്ന് പറഞ്ഞ എന്തുവാ, അപ്പോ കാസായി പീലാസായി അദ്ദേഹം ഉയർത്തുന്ന കൂട്ടത്തിൽ സംഭവം എങ്ങനോ തന്റെ കയ്യിലിരുന്ന പീലാസ, അതായത് വീഞ്ഞ്, താഴേക്ക് മറിഞ്ഞു. പെട്ടെന്ന് അദ്ദേഹം പെട്ടു തുറന്ന് ഒരു തുണി വലിച്ചു കീറി ആ പീലാസം മുഴുവൻ ഞെക്കി പിടിച്ച് ആ തുണി കൊണ്ട് ഒപ്പിയെടുത്തിട്ട് ഈ കാപ്പിയാത്തി പിടിച്ച് ഒഴിച്ചു. എന്നിട്ട് അത് വീണ്ടും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച് അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ച ശേഷം പള്ളിക്കാർക്ക് കൊടുത്തു. ആരും അത് കുടിച്ചില്ല. കാരണം എന്താ? താഴെ വീണതായതുകൊണ്ട്, താഴെ വീണതുകൊണ്ടല്ല, വേറൊരു കാര്യം കൊണ്ടുണ്ട്. ലെപ്രസി ഉള്ള സ്ഥലം, തുണി കൊണ്ട് അല്ലല്ല, അതൊന്നും തുണിയൊക്കെ പോട്ട് അച്ഛൻ്റെ ഇരിക്കുന്ന തുണി നല്ല തുണിയാണ്. ഞാൻ ആരംഭത്തിൽ കാര്യം പറഞ്ഞു, നൂറിനാട് ലെപ്രസി സാനിറ്റോറിയമാ, കുഷ്ഠരോഗാശുപത്രിയാ. മനസ്സിലായോ? അപ്പോൾ ജനങ്ങൾ വിചാരിച്ചു ഈ വീഞ്ഞ് പിടിച്ചെടുത്തത് കുടിച്ചാൽ എന്താ സംഭവിക്കും? കുഷ്ഠരോഗം പിടിക്കും. ഞങ്ങൾ കുഷ്ഠരോഗം പിടിക്കുമെന്ന് അവർ വിചാരിച്ചു. അപ്പോൾ അച്ഛൻ നിന്നോട് പറഞ്ഞു, യേശുവിന്റെ രക്തം സകല രോഗങ്ങളെയും നീക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ആർക്കും വേണ്ട എന്നുണ്ടെങ്കിൽ ഞാനത് കുടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മുഴുവൻ അച്ഛൻ എല്ലാവരും കാണെ കുടിച്ചു. നമ്മുടെ പാസ്റ്റർമാരാണെങ്കിൽ ചെയ്യുവോ? എനിക്ക് നന്നായിട്ട് അറിയാവുന്നൊരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് നേരിൽ കണ്ട് പരിചയമുള്ളൊരു സംഭവം ഞാൻ പറഞ്ഞത്. BP പാസ്റ്റർ ആണെങ്കിൽ ചെയ്യുവോ? ജോസഫ് ചാക്കോ പാസ്റ്റർ ചെയ്യുവോ? സജി പാസ്റ്റർ ചെയ്യുവോ? നിമി സിസ്റ്റർ കുടിക്കുവോ? പാസ്റ്റർ പ്രേംകുമാർ നിങ്ങളെ സമ്മതിക്കുമോ? ബുദ്ധിമുട്ടാ അല്ലേ? ബുദ്ധിമുട്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോവിഡ് കൊണ്ട് നടന്ന ഒരു വലിയ നഷ്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കപ്പുകള് വാങ്ങി കുടിക്കുവാൻ മടിയുള്ളവരായിരുന്നു. അങ്ങനെ ഒരുപാട് ദോഷങ്ങൾ വന്നു. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, കോവിഡ് ദൈവത്താൽ സംഭവിച്ചതല്ല, എന്നാൽ കർത്താവിന് വരവിന് മുൻപ് നടക്കുന്ന ഒരു സംഭവമാണത്. പെസ്റ്റിലൻസ് കേൾക്കുന്നുണ്ടോ? പെസ്റ്റിലൻസ്. അപ്പോൾ എത്ര കാര്യങ്ങൾ പറഞ്ഞു? 1, 2, 3, 4. നാലാമതാണ് പെസ്റ്റിലൻസ്. 5-ാമതാണ് എർത്തുകേക്ക്, ഭൂകമ്പം. എന്റെ അറിവ് ശരിയാണെങ്കിൽ ദിവസം തോറും ഭൂകമ്പങ്ങൾ അവിടെ ധാരാളം നടക്കുന്നുണ്ട്. പക്ഷേ പലരും ശ്രദ്ധിക്കാത്തതിന് കാരണം അതിന്റെ തീവ്രത കുറയുന്നതുകൊണ്ടാണ്. തീവ്രത കൂടിയ ഭൂകമ്പം മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ. തീവ്രത കൂടിയ കാര്യങ്ങൾ മാത്രമേ നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറ്റിപ്പോയത്. ഓക്കെ, അടുത്തത് 6-ാമത്തതാണ്. അടുത്ത വാക്യം വായിച്ചിട്ട് 8-ാമത്തെ വാക്യം മുതൽ. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭം അത്രേ. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിനെ ഏൽപ്പിക്കുകയും. അടുത്തത് കർത്താവിന്റെ വരവിന് മുമ്പ് സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ് ഉപദ്രവത്തിന് ഏൽപ്പിക്കുക. വായിച്ചാൽ മുഴുവൻ വായിച്ച ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. കൊല്ലും. ഉപദ്രവത്തിന് ഏൽപ്പിക്കുക മാത്രമല്ല, എന്തോ ഇവിടെ ചെയ്യും?
കൊല്ലുകയും ചെയ്യും. കർത്താവിന്റെ വരവ് മുമ്പ് സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? മാർട്ടിയേഴ്സ്, രക്തസാക്ഷികൾ, കർത്താവിന് വേണ്ടി മരിച്ച് അടങ്ങുന്ന ഒരുപാട് പേര്. ഗ്രഹാം സ്റ്റെയിൻസിനെ പോലുള്ളവർ, തിമോത്തിയെ പോലെയുള്ളവർ, സ്റ്റാൻ സാഹിബിനെ പോലുള്ളവർ, അങ്ങനെ ഒരുപാട് പേര് മരിക്കുകയാണ്. കർത്താവിന് വേണ്ടി മരണം ഒരുപാട് പേര് സംഭവിക്കുന്നു. 1-ാം നൂറ്റാണ്ടിൽ എത്രമാത്രം കൊലപാതകങ്ങൾ, മരണങ്ങൾ കർത്താവിന്റെ വരവിന് വേണ്ടി ഉണ്ടായിരുന്നുവോ അതുപോലെ ധാരാളം പേർ കൊല ചെയ്യപ്പെടും. അടുത്തത് താഴോട്ട് വായിച്ചോട്ടെ. എൻ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും. അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുക പറഞ്ഞ അർത്ഥം എന്തുവാ അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ? അതായത് മേരി സിസ്റ്ററെ ആരെങ്കിലും പോലീസുകാർ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ക്രിസ്തീയ നാമം പറഞ്ഞ് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ, മേരി സിസ്റ്റർ പറയും, എന്നെ മാത്രം പിടിച്ചാൽ പോലെ നിന്നെയും കൂടെ പിടിക്കണം, അവളും എന്നോടൊപ്പം ആരാധിക്കാൻ വന്നവളാണ്. ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പം നിമ്മി സിസ്റ്റർ പറയുക, നോ 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 നോ, ഞാൻ മാത്രമല്ല, സുമേന്ന് പറഞ്ഞൊരു കള്ളിയുണ്ട്, ആ കള്ളി ഇവിടെ അറസ്റ്റ് ചെയ്യണം. അപ്പോൾ അവിടെ സുമ പറയുകയാണ്, നോ 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 നോ, ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ അയൽക്കാരിയായിരിക്കും സൂസനുണ്ട്, സൂസനെ പിടിക്കണം. കണ്ടോ? പലരും ഏൽപ്പിച്ചു കൊടുക്കുക. എന്നാൽ ഈ സൂസൻ എന്നോടൊപ്പം ആരാധിച്ചതാണല്ലോ, ഞങ്ങൾ സ്നേഹചുംബനം കൊടുത്തതാണല്ലോ, ഞങ്ങൾ ഒന്നിച്ച് കർത്തൃമേശ അനുഭവിച്ചതാണല്ലോ എന്ന് ചിന്തിക്കത്തില്ല. എന്താ ചെയ്യുന്നത്? ഞാൻ ഭരിക്കുന്നില്ല, അവളും ഭരിക്കണം. ഏൽപ്പിച്ചു കൊടുക്കുക. അന്ത്യകാലഘട്ടത്തിൽ ഒരു പ്രത്യേകതയാണ് അന്യോന്യം തള്ളിപ്പറയുന്ന അനുഭവം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? സംഗതി മനസ്സിലായോ? അടുത്ത വായിച്ചോട്ടെ. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. കേട്ടോ പറഞ്ഞത്? കള്ളപ്രവാചകന്മാർ അനേകർ വന്ന് പലരെയും എന്തെയും തെറ്റിക്കും. കള്ളപ്രവാചകന്മാരുടെ കാലഘട്ടം അല്ലയോ ഇത്? ഇഷ്ടംപോലെ കള്ളപ്രവാചകന്മാരില്ലേ? കഴിഞ്ഞ ആഴ്ച ഉണ്ടായി, സെപ്റ്റംബർ 25-ാം തീയതി കർത്താവ് വരുന്നു പറഞ്ഞിട്ട് ഒരു കള്ളപ്രവചനം. സെപ്റ്റംബർ 25-ാം തീയതി കർത്താവ് വരുന്നു പറഞ്ഞൊരു കള്ളപ്രവചനം. അങ്ങനെ എന്തുമാത്രം പ്രവചനങ്ങൾ ഇഷ്ടം പോലെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. ഒരിക്കൽ ഒരു പ്രഗ്നന്റായ സ്ത്രീയെ, ഗർഭിണിയായ ഒരു സ്ത്രീയെ ഒരു പ്രവാചകന്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, എൻ്റെ വയറ്റിൽ ഉരുവായിരിക്കുന്ന കുട്ടിയാണോ പെണ്ണോ? ഈ പ്രവാചകന് നല്ല മിടുക്കനായിരുന്നു, കൊച്ചു മിടുക്കനാ. അവൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചു പറയാന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിനക്ക് ലഭിക്കാൻ പോകുന്നത് മനോഹരനായിരിക്കുന്ന ഒരു ആൺകുഞ്ഞിനെയാണെന്ന് പറഞ്ഞു. ഈ സഹോദരിക്ക് സന്തോഷം തോന്നിയറിയാമോ? ഭർത്താവിനോട് പറഞ്ഞു, വലിയ മേളയായിരുന്നു, എല്ലാം ഭയങ്കര സന്തോഷമായി. പക്ഷേ പ്രസവിച്ച പെങ്കൊച്ച. ഉടനെ ഈ സഹോദരി ഭർത്താവിനെ വിട്ടിട്ട് അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, നീ വാ സഹോദര എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിളിച്ചോണ്ട് പറഞ്ഞു, അതുകൊണ്ട് ഈ ഭിത്തി വണ്ടയ്ക്ക് എഴുതി വെച്ചിരിക്കുന്നു നോക്കാൻ പറഞ്ഞു. അവിടെ എഴുതി വെച്ചിരിക്കണം പെൺകൊച്ച് എഴുതി വെച്ചു. ഉടനെ എന്തോന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സഹോദരി നീ വന്ന് പ്രാർത്ഥിച്ചതിനെ കൊണ്ട് പോയപ്പോൾ എന്നോട് പറഞ്ഞത് ആൺകൊച്ചാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വീണ്ടും ഒന്നുകൂടെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു പെൺകൊച്ചാ. അത് എന്നോട് പറയാൻ സമയം കിട്ടിയില്ല, അത് ഞാൻ ഭിത്തി വട്ടം എഴുതി വെച്ചേക്കാണ്. കണ്ടോ? പ്രശ്നമില്ലല്ലോ. ആൺകൊച്ചത് അവളോട് പറഞ്ഞു, പെൺകൊച്ചത് ഭിത്തിക്ക് എഴുതി വെച്ചു. കണ്ടോ? കള്ളപ്രവചനങ്ങൾ. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത് എന്താ? പ്രവചനങ്ങളാണ്. ഞാൻ സാധാരണ പറയാറുണ്ട്, പ്രവചനം കേൾക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരാ. എത്ര നന്നായി ദൈവവചനം പ്രസംഗിച്ചാലും ആർക്കും വേണ്ട. ശക്തമായി ദൈവവചനം പ്രസംഗിച്ചാലും ആർക്കും വേണ്ട. അവർക്കെല്ലാം തലയെ വെച്ച് കൈ വെച്ചിട്ട് പിടിച്ചൊരു കുലുക്കൊക്കെ കുളിക്കിട്ട് മകളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇഷ്ടമാണ്. കള്ളപ്രവചനങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ പറയാറുണ്ട്, ഇങ്ങനെ തലയെ കൈവച്ചെങ്കിലേ ഇഷ്ടപ്പെടത്തുള്ളെങ്കിൽ ഒരു കാര്യം ചെയ്യണം. സുമ സിസ്റ്റർ തലയിലോട്ടം കൈ വെക്കണം, സ്വന്തം കൈ കൊണ്ട് വെക്കണം. എന്നിട്ട് പറയാം, മകളെ എന്റെ ആത്മാവ് നിന്നോട് പറയുന്നു. ആരുടെ ആത്മാവാ? ആരുടെ ആത്മാവാ? എന്റെ ആത്മാവ്, സ്വന്തം ആത്മാവ് നിന്നോട് പറയുന്നു. അങ്ങനെ കേൾക്കേണ്ടതിന് ഒരുപാട് ആഗ്രഹമുള്ളവരുണ്ട്. കള്ളപ്രവചനങ്ങള് കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ഈ അടുത്തിടയ്ക്ക്
ദുബൈയിൽ ചെന്നപ്പോൾ പ്രസംഗം കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു സഹോദരൻ എന്നോട് വന്ന് ചോദിക്കുക, പാസ്റ്റർക്ക് ശുശ്രൂഷയുണ്ടോ? ഞാനങ്ങ് വല്ലാതായി. പാസ്റ്റർക്ക് ശുശ്രൂഷയുണ്ടോ? ഞാനങ്ങ് വല്ലാതായി. ഞാൻ മിണ്ടായിരുന്നു. അപ്പോൾ ഉടനെ വീണ്ടും സഹോദരൻ ചോദിക്കുക, പാസ്റ്റർ ഞാൻ ചോദിച്ചു കേട്ടില്ലയോ, പാസ്റ്റർക്ക് ശുശ്രൂഷയുണ്ടോ? ഞാൻ ചോദിച്ചു, ബ്രദർ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ പുള്ളി പറയാ, പ്രവചന ശുശ്രൂഷയുണ്ടോ? അപ്പൊ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എന്താ? പ്രവചനം മാത്രമേ ഉള്ളൂ. ദൈവവചനം പ്രസംഗിക്കുന്ന ശുശ്രൂഷയല്ല, ജോൺ പാസ്റ്റർ പഠിപ്പിക്കുന്ന ശുശ്രൂഷയല്ല, സമൂഹത്തിലേക്ക് ഇറങ്ങി രോഗികളെ പോയി കാണുന്നത് ഇഷ്ടമല്ല. ഞാൻ രഹസ്യമായിട്ടൊരു കാര്യം നിങ്ങളോട് പറയാം. ഞാൻ വളരെ നാളുകളായി ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് രോഗികളെ സഹായിക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ എന്നോടൊപ്പം പങ്കുചേരാം. ഒരു രോഗിക്ക് 1500 രൂപ വരെ കൊടുക്കും. അതേ ഒക്കത്തുള്ളൂ. 10 പേർക്ക് അല്ലെങ്കിൽ 20 പേർക്ക്, അതായത് ഏതാണ്ട് 20,000 രൂപയിലധികം, 25,000 രൂപയോളം ഞാൻ കൊടുക്കുന്നുണ്ട്. രോഗികൾക്കായി കൊടുക്കുന്നതാണ്. അതെനിക്ക് കൂടുതൽ പേർക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പ്രത്യേകാൽ ഞാൻ തെരഞ്ഞു പിടിച്ച് ദൈവമക്കൾ കൊടുക്കുന്നു. ഈ ഹിന്ദുക്കൾക്കൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. അത് നമുക്കൊരു വിഷയമല്ല. അതുകൊണ്ട് ഞാൻ പലരെ തെരഞ്ഞു പിടിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ശുശ്രൂഷ പങ്കാളിത്തം വഹിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പേർക്ക് കൊടുക്കാം. ഓരോ മാസങ്ങളിലും ഞാനൊന്നും വലിയവനായിട്ടൊന്നുമല്ല. ഒരുപാട് ജനിക്കും എൻ്റെ ജീവിതത്തിലുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തിക ക്ലേശമുണ്ട്. എന്നാൽ ഞാൻ എൻ്റെ വയറ് പിടിച്ച് കെട്ടി, ചിലപ്പോൾ സത്യമായിട്ട് പറയുകയാണ്, ചിലപ്പോൾ മീൻ മേടിക്കത്തില്ല, വേറൊരു പയർ തോരനും ഒരു ചമ്മന്തി കൂടെ ആയിരിക്കും ഞങ്ങൾ കഴിയുന്നത്. അതിനകത്ത് വരുന്ന ലാഭം എടുത്താണ് ഞങ്ങൾ അനേകരെ സഹായിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സഹായിക്കുന്നുണ്ട്, ഒരുപാട് പേർക്ക് കൊടുക്കുന്നുണ്ട്. അതൊരു ശുശ്രൂഷയല്ലേ? നിങ്ങൾ പറ, ശുശ്രൂഷയല്ലേ? ആന്നു, അതൊരു ശുശ്രൂഷ തന്നെയാ. എത്രയോ പേരുണ്ട്, എത്രയോ രോഗികളുണ്ട്. ഇന്നലെ മെനഞ്ഞാന്ന് എന്നെ ചെങ്ങന്നൂരിൽ നിന്ന് സഹോദരൻ വിളിച്ചു. CSI കാരനാണ്. നിങ്ങൾ വേണമെങ്കിൽ പറയും പെന്തക്കോസ്തുകാരനല്ലോ എന്ന്. എടാ, പെന്തക്കോസ്തുകാരൻ്റെ ആത്മാവും നമ്മുടെ ആത്മാവും രണ്ടാണോ? അല്ലല്ലോ, ഒന്നല്ലേ? ആ സഹോദരനോട് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് കുഞ്ഞുങ്ങളില്ല, മക്കളില്ലാത്തൊരു അപ്പനും അമ്മയാണ്. അയാൾ കൂലിപ്പണി ചെയ്താണ് ആ വീട് പുലർത്തിയിരുന്നത്. ഇപ്പോൾ ആ മനുഷ്യന് ക്യാൻസർ കിടക്കുക, റേഡിയേഷൻ കൊഴിയണം, പിന്നെ എന്തോ തെറാപ്പി, എന്താ തെറാപ്പിയ, റേഡിയേഷനും പിന്നെന്തോ കീമോതെറാപ്പി എടുക്കണം. പുള്ളി എന്നോട് പറഞ്ഞു, പക്ഷേ രണ്ടും കൂടെ എടുക്കുമ്പം ഒരു ട്രിപ്പിന് ഏതാണ്ട് 6,000 രൂപ എനിക്കാവും. ഞാൻ പലരോട് പറഞ്ഞു എന്ത് ചെയ്യാനൊക്കെ നിങ്ങൾ ചെയ്യണം. ഇന്ന് വൈകിട്ടും ഞാൻ അവിടുത്തെ ആ ഭവനത്തിന്റെ സമർപ്പണത്തിന് വേണ്ടി പോയപ്പോൾ എൻ്റെ സ്നേഹിതനായിരിക്കുന്ന മുഹമ്മദ് ഷമീർ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. നല്ലൊരു കൊച്ചനാണ്. അവൻ സോമരാജൻ സാറിന്റെ കൂടാണ്. ഗാന്ധി ഭവനിലെ സോമരാജനെ അറിയത്തില്ലേ? ഇന്ന് ഞാൻ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്ത ആളാണ്. ഞാൻ പറഞ്ഞു, ഷമീറെ, എൻ്റെ ഒരു സ്നേഹിതന്, എനിക്കറിയത്തില്ല ആ ഫാമിലി, എൻ്റെ ആരോ എൻ്റെ നമ്പർ കൊടുത്തതാണ്, അവർക്ക് എന്തെങ്കിലും സഹായിക്കണമെന്ന് പറഞ്ഞു. കൊടുക്കാം പാസ്റ്റേ, നമുക്ക് കൊടുക്കണം. ഉണ്ടോ? എടാ, ഒരു മുസ്ലിമിനുള്ള താല്പര്യം നമുക്കില്ലാതെ പോകുന്നല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞർത്ഥം, ഇതെല്ലാം ശുശ്രൂഷകളാണ്, നമ്മളത് ചെയ്യണം. അനേക കള്ളപ്രവാചകന്മാർ, കള്ളക്രിസ്തുക്കൾ വേണ്ടി നിൽക്കും. ശുശ്രൂഷ എന്ന് അറിയാൻ വയ്യാത്ത അനേകമതി പേരുണ്ട്. ഞാൻ നിങ്ങളെല്ലാം ആഹ്വാനം ചെയ്യും. നിങ്ങൾക്കൊക്കെ അങ്ങനെ ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ചെയ്യണം. എന്നിൽ കൂടെ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഏൽപ്പിക്കാമെങ്കിൽ ഞാനത് കൊടുക്കാം. അതുപോലെ തന്നെ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ആരുടെ പൈസ എനിക്ക് തരണ്ട. പാവങ്ങളായിരിക്കുന്ന സാമ്പത്തിക ഞെരുക്കമുള്ള ഈ ക്യാൻസർ രോഗിയെപ്പോലുള്ളവർക്ക് കൊടുക്കാൻ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. ഒരു നേരത്തെ മരുന്നിന് പോലും കഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് അവർക്ക് കൊടുക്കാം. നിങ്ങൾക്ക് എന്നോടൊപ്പം വരാൻ താല്പര്യം, നിങ്ങൾ എന്നോടൊപ്പം പോകണം. അപ്പൊ ഞാൻ പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശുശ്രൂഷ ഒരിക്കലും വിചാരിക്കരുത് പ്രസംഗിക്കുന്നത് മാത്രമാണ് ശുശ്രൂഷയെന്ന്. അല്ല,
നമ്മുടെ ചുറ്റുള്ള അനേക രോഗികളെ കഷ്ടപ്പെടുന്നു. അവരെ സഹായിക്കണം. അത് കർത്താവിന് വരുന്ന മുമ്പ് ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണ്. അടുത്തത് അവസാനമായിട്ട് വായിച്ചേട്ടൻ 12-ാം വാക്യം വായിച്ചേ. അധർമ്മം പെരുകുന്നത് കൊണ്ട് കേൾക്കണേ, അനേകരുടെ എല്ലാവരും കേൾക്കണേ. അധർമ്മം പെരുകുന്നത് കൊണ്ട് സ്നേഹം തണുത്തു പോകും. കേട്ടോ, അടുത്ത വായിച്ചേ. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. കേട്ടോ, അധർമ്മം പെരുകുന്നതിനാൽ അനേകരുടെ എന്തോ തണുത്തു പോകും, സ്നേഹം തണുത്തു പോകും. സ്നേഹം തണുത്തു പോകും. നിങ്ങൾക്ക് അറിയാമല്ലോ, അധർമ്മം പെരുകുന്നതിനെ കുറിച്ച് അറിയാമല്ലോ. ഓരോ ദിവസങ്ങളും നമുക്ക് ഏഷ്യാനെറ്റ് നോക്കിയാൽ 9:30 മുതൽ 10 മണി വരെയുള്ള സമയങ്ങളിൽ, അതോ 10 തൊട്ട് 11 വരെയാണോ, ആ സമയത്ത് എല്ലാ ദിവസവും കൊണ്ട് FIR എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുള്ളത്? കാണണം. അത് 10 തൊട്ട് 11 വരെയാണെന്ന് തോന്നുന്നത്. എനിക്ക് ഈ സമയം കിട്ടിയാൽ കാണും. എന്ത് സംഭവങ്ങളാണ്, അധർമ്മമാണ് നടക്കുന്നത്. എന്തോ ഒരു അധർമ്മമാണ് നടക്കുന്നത്. കൊച്ച് 20 വയസ്സുള്ള ചെറുക്കൻ 60 വയസ്സുള്ള സ്ത്രീയെ ബലാത്സംഗം ചെയ്യുക. 75 വയസ്സുള്ളതായ കിളവൻ 1.5 വയസ്സുള്ള പെൺകുഞ്ഞിനെ ബലാത്സംഗം ചെയ്യുക. കേട്ടോ, എന്തോ ഒരു അധർമ്മങ്ങൾ നടക്കുന്നത്. ഇതൊക്കെ അങ്ങോട്ട് വിശദീകരിക്കുവാൻ നമുക്ക് സമയവുമില്ല, നമ്മൾ ശ്രദ്ധിക്കുന്നുമില്ല. അപ്പോൾ കർത്താവിന്റെ മുമ്പേ നടക്കുന്ന ഒരു കാര്യമാണ് എന്താ? അധർമ്മം പെരുകുന്നു. അതുകൊണ്ട് എന്തെടുക്കുക? അനേകർ സ്നേഹം തണുത്തു പോകുന്നു. അടുത്തതായിട്ട് ഏറ്റവും അവസാനമായിട്ട് 2 കാര്യൂടെ പറഞ്ഞ അവസാനിപ്പിക്കുക. വായിച്ചട്ടെ. രാജ്യത്തിന്റെ ഈ സുവിശേഷം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. മതി. ഈ സുവിശേഷം എല്ലായിടത്തും പ്രസംഗിക്കപ്പെടണം. അപ്പോൾ എന്തോ സംഭവിക്കും? ലോകത്തിന്റെ അവസാനമാകും. നിങ്ങൾക്കറിയാമോ, ദൈവവചനം വളരെ ശക്തമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഞാൻ 2-3-4 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലേഖനം എഴുതി. എന്താണെന്നറിയാമോ, ഇംഗ്ലണ്ടിലൊക്കെ ഒരു സമയത്ത് സുവിശേഷത്തിന് വേണ്ടി അവർ വളരെ ദ്രാഹിച്ചിട്ടുണ്ട്. അവർ ലോകമൊട്ടുക്ക് സഞ്ചരിച്ച് സുവിശേഷം പ്രചരിപ്പിച്ചു. എന്നാൽ ഇപ്പോൾ ഇംഗ്ലണ്ടിൽ സുവിശേഷം കേൾക്കാൻ ആർക്ക് താല്പര്യമില്ല. ഒരുപാട് പേര് നിരീശ്വരവാദികളായി പോവുകയാണ്. പള്ളികളിലൊന്നും ആളില്ല. പള്ളികളെല്ലാം ഇന്ന് ടെസ്കോയെ മാറുകയാണ്. ടെസ്കോ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? അതായത് വലിയ വലിയ വ്യാപാര സ്ഥലങ്ങളായി മാറുകയാണ് പള്ളികളൊക്കെ, അല്ലെങ്കിൽ അവർ അമ്പലമായി മാറുകയാണ്. അപ്പം ഞാനതിനെക്കുറിച്ച് പ്രസംഗിച്ചു, ഒരു ലേഖനം എഴുതി. എന്നാൽ കഴിഞ്ഞ ദിവസം എനിക്ക് വേറൊരു സന്തോഷ വാർത്ത കാണുവാൻ കഴിഞ്ഞു. ഇംഗ്ലണ്ടിൽ സുവിശേഷം പ്രസംഗിക്കരുത് എന്ന് പറഞ്ഞ സ്ഥാനം ഇപ്പോൾ മാറി ക്രിസ്ത്യാനിത്വത്തിലേക്ക് അവർ മടങ്ങി വരുന്നു. കണ്ടോ, ദൈവത്തെ പ്രസംഗിക്കുക. അമേരിക്കയിൽ ട്രംപ് കയറിയതിനു ശേഷം ഭയങ്കര ഉണർവാണ്. ട്രംപ് പോകുന്നിടത്തിൽ അതിലിപ്പോൾ എത്ര നമ്മുടെ ഇന്ത്യക്കാർക്കൊക്കെ ഒരുപാട് ദോഷം ചെയ്തെങ്കിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതിന് പോകുന്നിടത്തെല്ലാം വേദപുസ്തകം കൊണ്ടാണ് പോകുന്നത്. പ്രസിഡന്റ് പോകുന്ന എല്ലായിടത്തും വേദപുസ്തകം കൊണ്ടാണ് പോകുന്നത്. അതിന് പ്രസംഗിക്കുക, പ്രൈസിനോട് പറയുക, ഹല്ലേലൂയ പറയുക. കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചപ്പോൾ എന്നെ പറഞ്ഞു, ഞങ്ങളുടെ പ്രസിഡന്റ് ഇപ്പോൾ ഒരു ഉപദേശിയാണെന്ന്. എനിക്ക് വലിയ സന്തോഷം തോന്നി. അതിന് ഉപദേശിയായിപ്പോ മനസ്സിലായാലും അതിനെ സംബന്ധിച്ച് അയാളുടെ ഭരണമൊന്നും ശരിയല്ല, എങ്കിലും ഒരുപാട് പേര് രക്ഷിക്കപ്പെടാനിടയാകുന്നു. അതുപോലെ ഇന്ത്യയിലെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിലെ ഇന്നും 2.45% ക്രിസ്ത്യാനികളെ ഉള്ളതാണ് പറയുന്നത്. 2.45% എന്നാ പറയുന്നത്. ശരിയാണോ? അത് അല്ല. ജാർഖണ്ഡില്, ഉത്തരാഖണ്ഡില്, സിക്കിമില്, ഭൂട്ടാനില്, ആസാമില്, കേരളത്തിലൊക്കെ ദൈവവചനം വളരെ ശക്തമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ഇന്ത്യയിൽ സുവിശേഷത്തിന്റെ അളവ് വർദ്ധിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഇന്ത്യൻ ജനതയിൽ 45% ക്രിസ്ത്യാനികളാണ്. ഗവൺമെന്റ് പറയുന്നത് എത്ര? 2.45% മാത്രമേ ക്രിസ്ത്യാനികളുള്ളൂ എന്ന് പറയുന്നു. എന്നാൽ
ചരിത്രം പറയുന്നത്, കണക്ക് പറയുന്നത് എന്താ? അതല്ല, അത് തെറ്റാണ്. എത്രയാണ് കറക്റ്റായിട്ട് ഉള്ളത്? 100-ൽ 45 പേര് വീതം ക്രിസ്ത്യാനികളാണ്, വിശ്വാസികളാണ്. ഗവൺമെന്റ് റെക്കോർഡിൽ അവർ ഇന്നും രാമനും സീതയൊക്കെയാ. പക്ഷേ അവർ യേശു ക്രിസ്തുവിനെ അനുസരിച്ച് അംഗീകരിച്ച് അവർ രക്ഷിക്കപ്പെടും, മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവിന്റെ വരവിന് മുമ്പ് എന്താ പ്രസംഗിക്കണം? ഈ സുവിശേഷം എന്തെടുക്കണം? എല്ലായിടത്തും പ്രസംഗിക്കുന്നതാണ്. അതാണ് അപ്പോൾ എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് വേദപുസ്തകത്തിലില്ല എങ്കിലും ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം എനിക്കൊരു കാര്യം ഇൻസ്റ്റാഗ്രാമിലാണെന്ന് തോന്നുന്നു, എവിടെയോ ഞാൻ വായിച്ചു. അതായത് നിങ്ങൾക്കറിയാമോ, ഒരു വലിയ കോടീശ്വരൻ ഉണ്ടായിരുന്നല്ലോ അമേരിക്കയിലെ. പേരെന്തുവാ? ഭയങ്കര കോടീശ്വരനാ. എന്ത് കഷ്ടം നോക്ക്, പോരാട്ടമാണല്ലോ. ബിൽ ഗേറ്റ്സ്. ആരാ? ബിൽ ഗേറ്റ്സ്. ബിൽ ഗേറ്റ്സ് കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പഠനം മുടക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയാമോ? നമ്മൾ നമ്മുടെ കൈവശം ഇരിക്കുന്ന മൊബൈലിൽ കൊണ്ട് പോകുമ്പോൾ അതെവിടെയെങ്കിലുമൊക്കെ വെച്ച് മറന്നു പോകുന്നു, എവിടെയെങ്കിലുമൊക്കെ വെച്ച് മറന്നു പോകുന്നു. അതിന് ഒരു അറുതി വരണം. അതിനുവേണ്ടി താൻ എന്ത് ചെയ്യുന്നറിയാമോ? ഈ മൊബൈൽ നമ്മുടെ ശരീരത്തിലാക്കിയിട്ട് ആ ശരീരം എവിടെയെങ്കിലും കൊണ്ട് കാണിച്ചാൽ മതി. ഒരു മിഷനെ കൊണ്ട് കാണിക്കുമ്പോൾ ഈ മൊബൈൽ പ്രവർത്തിക്കും. ആ സംഖ്യയുടെ പേരാണ് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ വായിക്കുന്നു, ബുദ്ധിയുള്ളവൻ മനസ്സിലാക്കിക്കോട്ടെ, ആ സംഖ്യ 666. അത് പൂർത്തീകരണത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് അനുവദിച്ചാൽ അതിൽ പറയുന്നത് 2030 അത് പ്രാബല്യത്തിൽ വരുമെന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, 2030 അത് പ്രാബല്യത്തിലേക്ക് വരുന്നതോടുകൂടി ലോകം അവസാനിക്കും. അതിനു മുൻപ് കർത്താവ് വരും, നമ്മൾ സ്വർഗസന്നിധിയിലേക്ക് പോകും. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇനിയും അധിക സമയമില്ല, ഒരു 3-4 മിനിറ്റ് കൂടി ഉള്ളൂ. 8:30 നിർത്തണം നല്ലതാണല്ലോ പറഞ്ഞേക്കുന്നത്. ഞാൻ വേഗത്തിൽ അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. 2 പത്രോസ് 2-ാം അധ്യായത്തിലെ കർത്താവിന്റെ വരവിന് മുമ്പ് ഒരു 4 സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പഠിക്കണം. 2 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ, അവിടെ എഴുതിയിരിക്കുന്ന 4 കാര്യങ്ങൾ. 1, 1-ാമത്തെ വാക്യം വായിച്ചാട്ടെ. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായി, അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. ഒന്ന് എന്താണ്? തങ്ങളെ രക്ഷിച്ചതായ നാഥനെ തള്ളിപ്പറയുക. എല്ലാവരും കണ്ടോ വാക്യം? ഒന്നുകൂടെ ശ്രദ്ധിച്ചൊന്ന് വായിച്ചിട്ട് വാക്യം. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞു തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. കേട്ടോ? 1, തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറയുക. അതാണ് ഒന്നാമത് കർത്താവിന് ഒരു മുമ്പ് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എത്രയോ പേര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ആത്മാവിൽ ആരാധിച്ച് 25-30 വർഷങ്ങൾ ദൈവകൃപയിൽ നിന്നവർ യേശുവിനെ തള്ളിപ്പറഞ്ഞത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അമേരിക്കയിലുള്ള ഒരു കള്ളൻ, നിങ്ങൾക്കറിയാമല്ലോ, അവന് യേശുവിനെ തള്ളിപ്പറഞ്ഞില്ലേ? എത്രയോ പാസ്റ്റർമാരുടെ മക്കള് സഭായോഗത്തിലിരുന്ന് നന്നായിട്ട് ഉജ്ജാല കമ്പൽസറി എന്ന് പറഞ്ഞ എത്രയോ പേര് ഇല്ലേ അമ്പലത്തിൽ പോയി മാലയിട്ട് പൊട്ടും തൊട്ട് നടക്കുന്നില്ലേ? 4 ദിവസം മുമ്പ് എൻ്റെ അടുക്കൽ ഒരു പാസ്റ്റർ വന്നു. ഞാൻ പഠിപ്പിച്ചതാ ദൈവാസനെ. ഞാൻ ഓരോന്നിങ്ങനെ ചോദിച്ചു വന്നു കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, പാസ്റ്റർക്ക് എത്ര മക്കളാ? 2 മക്കള്. ഞാൻ ചോദിച്ചു ആരൊക്കെയാ? ഒരു മോനും ഒരു മോളും. ഞാൻ ചോദിച്ചു മോൻ എന്ത് ചെയ്യുക? മോൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് മോടെ കാര്യം ചോദിച്ചു. സാറേ
എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണോ? ഞാൻ ചോദിച്ചെന്താ എൻ്റെ സാറേ, എൻ്റെ മോള് അവൾ നന്നായി ദൈവത്തെ ആരാധിച്ചവരാണ്. സഭയിൽ നന്നായിട്ട് ഇവിടെ വായിക്കും, നന്നായിട്ട് വായിക്കും. അതുപോലെ നന്നായിട്ട് പാട്ടുകൾ പാടും, ഭയങ്കര കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ അവരുടെ ചെറുപ്പം മുതലേ നമ്മുടെ ഉള്ളില് അടുത്ത വീട്ടിലെ ഒരു പയ്യനുമായിട്ട്, ഹിന്ദു പയ്യനുമായിട്ട് സ്നേഹമായിരുന്നു. അത് വളർന്ന് 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 വന്നു. അവസാനം അവൻ പറഞ്ഞു, നിന്നെ ഞാൻ കല്യാണം കഴിക്കാം, പക്ഷെ നീ എൻ്റെ മതത്തിലേക്ക് ചേരണമെന്ന് പറഞ്ഞു. ഇന്ന് അവനെ പുറകെ നടക്കുക. കല്യാണം കഴിഞ്ഞ ഒരു കുഞ്ഞുമായി, രജിസ്റ്റർ വിവാഹം കഴിഞ്ഞു, മാലിന്യം തൊട്ട് പൊട്ടു തൊട്ടൊക്കെ നടക്കുക. അങ്ങനെ എത്രയോ പേര് അല്ലേ? അപ്പോൾ തങ്ങളെ രക്ഷിച്ച നാഥനെ തള്ളിക്കളയുക, അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ നോക്കിക്കേ, 2-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം താഴോട്ട് വായിച്ച്. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും, അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ ദുഷ്കാമ പ്രവൃത്തി ചെയ്തവരാ. അവർ നിമിത്തം എന്ത് ചെയ്യുന്നു? സത്യമാർഗം ദുഷിക്കപ്പെടുന്നു. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? പത്രോസ് പറയുന്നത് ശരിയല്ലേ? ദൈവമക്കളെ അഭിമാനിക്കുന്ന എത്രയോ പേർ ദുഷ്പ്രവൃത്തികൾ നിമിത്തം എന്തുമാത്രം ദോഷങ്ങൾ സഭയ്ക്കകത്തുണ്ടായിരിക്കുന്നു. കർത്താവിന് വഴി മുമ്പ് നടക്കുന്ന കാര്യമാ. അതിനെക്കുറിച്ച് പാർശ്വമാണെന്ന് വിഷമിക്കേണ്ട, അവൻ ചെയ്യട്ടെ. അരിക്കുള്ളവൻ അരിക്കാടട്ടെ, വിശുദ്ധ രീതി തന്നെ വിശദീകരിക്കട്ടെ. ദുഷ്കാമ പ്രവൃത്തി ചെയ്ത് മുമ്പോട്ട് പോകട്ടെ. മൂന്നാമത് 2-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യമായി, അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ ദ്രവ്യാഗ്രഹത്തിൽ വാണിഭമാക്കും. അടുത്തത്, അവർക്ക് പൂർവകാലം മുതൽ ന്യായവിധി താമസിക്കാതെ വരുന്നു, അവരുടെ നാശം. അവരാരാണ്? ദ്രവ്യ ആഗ്രഹികളാണ്. ദ്രവ്യത്തെ ആഗ്രഹിക്കുന്നതിനാണ്. പണം മതി, ജനം എന്ത് തോന്നിവാസം ചെയ്തോണ്ട് ഒരു പ്രശ്നവുമില്ല. പൊതുവായി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൈക്കൂലി വീരന്മാരാണ്. ആത്മീയ ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പണം കൂടുതൽ കൊടുക്കുന്നവരുടെ മേൽ അവർക്ക് നീതി കിട്ടും, മറ്റവർക്ക് നീതി കിട്ടത്തില്ല. അപ്പം മോറൽ അപ്പോസ്റ്റസി, ധാർമ്മികമായിരിക്കുന്ന വിശ്വാസത്യാഗം. അവസാനമായിട്ട് ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ആ ഭാഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൽ 1 മുതൽ 13 വാക്യങ്ങൾ. 4-ാമത്തെ പോയിന്റ് 2 പത്രോസ് 3-ന്റെ 1 മുതലുള്ള വാക്യങ്ങൾ, 13 വാക്യങ്ങൾ. അവിടെ നമുക്ക് ഇങ്ങനെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. 3-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം വായിച്ചേ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. കേട്ടോ? അന്ത്യകാലഘട്ടത്തിലെ ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യൻ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദികെട്ടവരും അശുദ്ധരും വാത്സര്യമില്ലാത്തവരും ഇണങ്ങാത്തവരും പറയുന്നത്. നോക്കിക്കേ, കർത്താവിന് വരുന്നതിന് മുമ്പ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കണം. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയാം. മനുഷ്യൻ സുസ്നേഹികളാണ്, തീവ്രവാദികളാണ്, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരാണ്. സ്വന്തം അപ്പനെ തലക്കടിച്ച് കൊല്ലുന്നത് മാത്രമല്ല, സ്വന്തം അപ്പനെ കഴുത്ത് കടിച്ച് കൊല്ലുവാൻ പോലും മടി കാണിക്കാത്തവരാണ്. ഒന്നിച്ച് കിടന്നുറങ്ങിയ ഭാര്യയെ ഒരു രാത്രിയിൽ കഴുത്ത് കണ്ടിച്ച് കളഞ്ഞ് ജീവിക്കുവാൻ മടി കാണിക്കാത്തവരാണ്. അപ്പോൾ ഇതൊക്കെ കർത്താവിന് മുഴുവൻ നടക്കുന്നതാണ്. ഈ 4 കാര്യങ്ങൾ പത്രോസ് അപ്പോസ്തലൻ പറയുന്നു. അതുകൊണ്ട് ഞാൻ വാക്കുകളിലൂടെ അവസാനിപ്പിക്കട്ടെ. കർത്താവിന് ചോദിച്ചാൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്താഴ്ച പറയാം. ഒരു കാര്യം ഞാൻ പറയുന്നു, ഞാൻ എസ്കറ്റോളജിയില് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഇൻഡിവിജ്വൽ എസ്കറ്റോളജിയും ഉണ്ട്, മറ്റൊന്ന് എന്താണ്? ജനറൽ എസ്കറ്റോളജിയും. അതിൽ ഞാൻ പ്രധാനമായിട്ട് സമയത്തിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് ജനറൽ എസ്കറ്റോളജി എടുക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. ഇൻഡിവിജ്വൽ എസ്കറ്റോളജി നമുക്ക് സമയമുണ്ടെങ്കിൽ അവസാന സമയങ്ങൾ പഠിക്കാം. എന്നാൽ ഞാൻ എന്താണ് പഠിപ്പിക്കാൻ പോകുന്നത്?
ജനറൽ General എസ്കറ്റോളജി. അതായത് കർത്താവിന്റെ വരവും അതിനോട് ചേർന്നുള്ള സംഭവങ്ങളുമാണ് ഞാൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി. നമുക്കിവിടെ അവസാനിപ്പിക്കാം. 8:30 വരെയെന്നല്ലേ പറഞ്ഞു? 8 കഴിഞ്ഞിപ്പം 8:35 കഴിഞ്ഞു. അതുകൊണ്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാം. കർത്താവ് ചോദിച്ചാൽ അടുത്ത ആഴ്ചയിലെ ബാക്കി കാര്യം പഠിക്കാം. നിങ്ങൾക്ക് ഏകദേശം ഒക്കെ മനസ്സിലായോ? കുറച്ചെങ്കിലും ഒക്കെ മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒരു തമ്പ് കാണിച്ചിട്ട്, ഇല്ല എങ്കിൽ ഓക്കെ, നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. അടുത്ത ശനിയാഴ്ച ബാക്കി കാര്യം പഠിക്കാം. അടുത്ത ശനിയാഴ്ച കർത്താവ് അനുവദിച്ചാൽ ജനറൽ എസ്കറ്റോളജിയുടെ വിവിധ ഭാഗങ്ങളായിരിക്കും നമ്മൾ പഠിക്കുന്നത്. കുറച്ച് ആഴമായിട്ടായിരിക്കും പഠിക്കുന്നത്. എല്ലാവരും പഠിക്കുവാൻ താല്പര്യമുള്ള, കർത്താവിന് വരവിനെ കുറിച്ച് പഠിക്കുവാൻ താല്പര്യമുള്ള എല്ലാവരും ക്ലാസ്സിൽ കയറണം. അല്ലെങ്കിൽ ഇന്ന് ഒരാഴ്ച കയറിയിട്ട് അടുത്ത ആഴ്ച കയറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കണക്ഷൻ കിട്ടത്തില്ല. പഠിക്കുവാൻ താല്പര്യമുള്ള എല്ലാവരും കയറണം. അതിനുവേണ്ടി കർത്താവിനെ സഹായിക്കട്ടെ. സജി സാറ് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ നോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരുപാട് പാടുപെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പാടുപെട്ട് തയ്യാറാക്കിയ ഈ നോട്ട്സ് പഠിക്കുവാൻ താല്പര്യമുള്ളവർ എല്ലാവരും കയറണം. ഓക്കെ, ഞങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, വിലപ്പെട്ട ഈ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിൽ കർത്താവേ, അന്ത്യകാല ദൈവശാസ്ത്രത്തെ കുറിച്ച് പ്രിയ സാറ് ദൈവദിനത്തിൽ നമുക്ക് പഠിപ്പിക്കുവാനിടയായി. ഞങ്ങൾ പഠിച്ചു എന്നുള്ളതല്ല കർത്താവേ, ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ, വരും ദിവസങ്ങളിൽ കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ സ്വർഗമിടയാക്കണമേ. പ്രിയ സാറിനെ ദൈവം അനുഗ്രഹിക്കണം. അടുത്ത ആഴ്ച ഞങ്ങൾ ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ ഇതിലും അനുഗ്രഹത്തോടെ തുടർന്ന് പഠിക്കുവാൻ സഹായിക്കണം. കൂടെയുള്ള